നമസ്കാരം, ഞാൻ ഡോക്ടർ അശ്വതി. എല്ലാ പ്രൊഫ്സ്കെയിൽ HSST ഉദ്യോഗാർത്ഥികൾക്കും പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ HSST ബോട്ടണിയുടെ ബ്രയോഫൈറ്റ്സ് എന്നുള്ളൊരു പോർഷനാണ് ഡിസ്കസ് ചെയ്യാൻ തുടങ്ങുന്നത്. മൊഡ്യൂൾ 1 ബ്രയോഫൈറ്റ്സ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ആദ്യത്തെ ക്ലാസ്സിലേക്ക് കിടക്കാം. ഫസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ബ്രയോഫൈറ്റ്സിൻ്റെ ജനറൽ ക്യാരക്ടറിസ്റ്റിക്സ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. ക്ലാസ്സിലേക്ക് കിടക്കാം. ജനറലായിട്ട് ബ്രയോഫൈറ്റ്സിൻ്റെ പ്ലാൻ ബോഡി എന്ന് പറയുമ്പോൾ നോൺ വാസ്കുലാർ ആയിട്ടുള്ള പ്ലാൻ ബോഡിയാണ്. നോൺ വാസ്കുലാർ എന്ന് പറയുമ്പോൾ എന്താണ് കൃത്യമായിട്ട് അതിൻ്റെ ഒരു മീനിങ് എന്താണ്? വാസ്കുലാർ ടിഷ്യൂസ് എന്ന് പറയുമ്പോൾ സൈലവും ഫ്ലോയവുമാണ് വാസ്കുലാർ ടിഷ്യൂസ്. അപ്പോൾ ഇത്തരത്തിൽ വെൽ ഡിഫൈൻഡ് ആയിട്ടുള്ള സൈലവും ഫ്ലോയവും ആബ്സെൻ്റ് ആയതുകൊണ്ടാണ് ഈ പ്ലാന്റ്സിനെ നോൺ വാസ്കുലാർ എന്ന് പറയുന്നത്. മനസ്സിലാവുന്നുണ്ടല്ലോ. ഇനി ക്രിപ്റ്റോഗ്യാംസ്, രണ്ടാമതൊരു ടേമാണ് ക്രിപ്റ്റോഗ്യാംസ്. അപ്പോൾ ഈ പ്ലാന്റ്സിനെ നോൺ വാസ്കുലാർ ക്രിപ്റ്റോഗ്യാംസ് എന്നാണ് പറയുന്നത്. ഇനി ക്രിപ്റ്റോഗ്യാംസ് എന്നുള്ളതിൻ്റെ മീനിങ് എന്താ നോക്കണം. ക്രിപ്റ്റോ എന്ന് പറയുമ്പോൾ ഹിഡൻ എന്നാണ്. ഗ്യാമസ് എന്ന് പറയുമ്പോൾ ആക്ച്വൽ മീനിങ് വരുന്നത് മാരേജ് എന്നാണ്. അപ്പോൾ അവിടെ സൂചിപ്പിക്കുന്നത് റീപ്രൊഡക്ഷനെയാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഹിഡൻ റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചേഴ്സ് ഉള്ള പ്ലാന്റ്സിനെയാണ് നമ്മൾ ക്രിപ്റ്റോഗ്യാംസ് എന്ന് പറയുക. അപ്പോൾ അതർ ബ്രയോഫൈറ്റ്സ് അല്ലാതെ അതർ ക്രിപ്റ്റോഗ്യാംസ് ഏതൊക്കെയാണ്? ആൽഗെ ഉണ്ട്, ടെറിഡോഫൈറ്റ് ഉണ്ട്. അങ്ങനെയുള്ള പ്ലാന്റ്സ് ഒക്കെ സീഡ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നതിന് പകരം സ്പോർട്സ് പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്ലാന്റ്സ് ആണ്. അപ്പോൾ അത്തരം പ്ലാന്റ്സിനെ നമ്മൾ ക്രിപ്റ്റോഗ്യാംസ് എന്ന് പറയുന്നു. അപ്പോൾ ബ്രയോഫൈറ്റ്സ് എന്ന് വെച്ചാൽ നോൺ വാസ്കുലാർ ക്രിപ്റ്റോഗ്യാംസ് ആണ്. അപ്പോൾ ട്രൂ സൈലം ആൻഡ് ഫ്ലോയം ആബ്സെൻറ്റും ആണ് ഈ ഒരു പ്ലാന്റ്സിൽ. അതുപോലെ തന്നെ സെക്ഷുവൽ സ്ട്രക്ചേഴ്സ് സ്പോർട്സ് പ്രൊഡ്യൂസ് ചെയ്യുന്ന രീതിയിലുള്ള സെക്ഷുവൽ റീപ്രൊഡക്ഷൻ ആണ് കാണിക്കുന്നത്. അപ്പോൾ അത് രണ്ടും സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് നോൺ വാസ്കുലാർ ക്രിപ്റ്റോഗ്യാംസ് എന്ന് പറയുന്നത്. ഇനി ഡോമിനൻറ്റ് ഫേസ് ഈസ് ഗ്യാമിറ്റോഫൈറ്റ്. ഈ ഒരു പ്ലാൻ ഗ്രൂപ്പ്സിൻ്റെ ലൈഫ് സൈക്കിൾ നമ്മൾ ചെക്ക് ചെയ്യുകയാണെങ്കിൽ അതിൽ ഗ്യാമിറ്റോഫൈറ്റിക് ലൈഫ് സ്റ്റേജസ് ആയിരിക്കും കൂടുതൽ ഉണ്ടാവുക. അതായത് പ്രോമിനൻ്റ് ആയിട്ട് കാണുന്നത് ഗ്യാമറ്റോഫൈറ്റിക് പ്ലാൻ ബോഡിയാണ്. സ്പോറോഫൈറ്റിനെ റെപ്രസെൻ്റ് ചെയ്യുന്നത് വളരെ ചെറിയൊരു ഡ്യൂറേഷൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് ഡോമിനൻറ്റ് ഫേസ് ഈസ് ഗ്യാമറ്റോഫൈറ്റിക് എന്ന് പറയുന്നത്. ഗ്യാമറ്റോഫൈറ്റിക് എന്ന് പറയുമ്പോൾ തന്നെ അതിൽ നിന്ന് നമുക്ക് മറ്റൊരു കാര്യം കൂടി മനസ്സിലാക്കാൻ പറ്റും. അത് ഹാപ്ലോയിഡ് ആയിട്ടുള്ള ഒരു ഫേസും കൂടിയാണ്. ഗ്യാമറ്റോഫൈറ്റ് എന്ന് പറയുമ്പോൾ ഹാപ്ലോയിഡ് ഫേസ് ആണ്. അപ്പോൾ നമുക്ക് ലൈഫ് സൈക്കിളിനെ കുറിച്ച് വേറൊരു കാര്യം കൂടി മനസ്സിലായി. എന്താണ്? മേജർ പോർഷൻ ഇസ് ഒക്യുപ്പൈഡ് ബൈ ഗ്യാമറ്റോഫൈറ്റിക് സ്റ്റേജസ് എന്ന് പറയുമ്പോൾ അതിൻ്റെ കൂടെ നമുക്ക് രണ്ടാമത് മനസ്സിലാക്കാൻ പറ്റിയൊരു കാര്യം എന്താ? മേജർ പോർഷൻ ഇസ് ഹാപ്ലോയിഡ്. അപ്പോൾ രണ്ട് കാര്യങ്ങൾ അതിൽ നിന്ന് മനസ്സിലായി. ഇനി ഹാബിറ്റാറ്റിനെ പറ്റി നോക്കുകയാണെങ്കിൽ മോയിസ്റ്റ് ഷെയ്ഡി പ്ലേസസിലാണ് സാധാരണയായിട്ട് ഈ ഒരു പ്ലാന്റ് ഗ്രൂപ്പ്സ് ജീവിക്കുന്നത്. മോയിസ്റ്റ് ആൻഡ് ഷെയ്ഡി പ്ലേസസ്, നന്നായിട്ട് ഹ്യൂമിഡിറ്റി ഒക്കെ ഉള്ള ഭാഗങ്ങളിൽ, വെള്ളച്ചാട്ടത്തിൻ്റെയൊക്കെ സൈഡിലൊക്കെ കുറേ പാറക്കെട്ടിലൊക്കെ ധാരാളമായിട്ട് ഇതിനെ കാണാൻ പറ്റും. ഇനി അങ്ങനെ അല്ലാതെ നമ്മുടെ സാധാരണ പ്രദേശത്താണെങ്കിലും വെള്ളത്തിൻ്റെ നനവുള്ള പാറേൻ്റെ മുകളിലും മതിലിൻ്റെ മുകളിലും നനഞ്ഞ മണ്ണിൻ്റെ തിട്ടയിലും ഒക്കെ ധാരാളമായിട്ട് മാറ്റ് പോലെ വളരുന്ന ഒരു ചെടിയാണ് ഈ ബ്രയോഫൈറ്റ്സ് എന്നുള്ള പ്ലാന്റ്സ്. ഇവിടെ ബ്രാക്കറ്റ് കൊടുത്തിട്ടുണ്ട് റോക്ക്, സോയില്, ബാർക്ക് ഓഫ് ട്രീ. അതായത് വലിയ മരങ്ങളൊക്കെ ഉണ്ടല്ലോ, വലിയ മരങ്ങളുടെയൊക്കെ ബാർക്കിൻ്റെ മേലെ അതുപോലെ ചുമരുകളിലൊക്കെ ധാരാളമായിട്ട് വളരുന്ന ഒരു ചെടിയാണ്. നോൺ ആസ് ആംഫീബിയൻസ് ഓഫ് പ്ലാന്റ് കിങ്ഡം. ഇത് ജനറലായിട്ട് ബ്രയോഫൈറ്റ്സ് അറിയപ്പെടുന്ന ഒരു പേരാണ്, ആംഫീബിയൻസ് ഓഫ് പ്ലാന്റ് കിങ്ഡം. എന്തുകൊണ്ടാണ് ആംഫീബിയൻസ് ഓഫ് പ്ലാന്റ് കിങ്ഡം എന്ന് പറയുന്നത്? ഈ ഒരു പ്ലാന്റ്സിന്, ഈ ഒരു പ്ലാന്റ് ഗ്രൂപ്പിന് എന്താ പറയുക, സസ്യലോകത്തെ ഉഭയജീവികൾ എന്നുള്ള പേര് വരാൻ കാരണം ഈ ഒരു പ്ലാന്റ്സിന് സെക്ഷുവലി റീപ്രൊഡക്ഷൻ കംപ്ലീറ്റ് ചെയ്യണമെങ്കിൽ വെള്ളത്തിൻ്റെ പ്രസൻസ് മസ്റ്റാണ്. അപ്പോൾ വെള്ളത്തിൻ്റെ ഒരു എക്സ്റ്റേണൽ ഏജൻറ്റിൻ്റെ ഹെൽപ്പോട് കൂടി മാത്രമേ സെക്ഷുവൽ റീപ്രൊഡക്ഷൻ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റൂ. ആ ഒരു എക്സ്റ്റേണൽ ഏജൻ്റാണ് വാട്ടർ. അപ്പോൾ വെള്ളത്തിനോടുള്ള ഈ ഒരു അഭേദ്യമായ ബന്ധത്തിനെ കാണിക്കാനാണ് ആംഫീബിയൻസ് എന്ന് ഈ പ്ലാന്റ്സിനെ പറയുന്നത്. അപ്പോൾ ആംഫീബിയൻസ് ഓഫ് പ്ലാന്റ് കിങ്ഡം എന്നറിയപ്പെടുന്ന ആരാണ്? ബ്രയോഫൈറ്റ്സ് ആണ്. ഇതൊരു നമ്മുടെ PYQ ആണ്. HSSTയിൽ മുന്നേ ചോദിച്ചിട്ടുള്ളൊരു ചോദ്യമാണ്. ആംഫീബിയൻസ് ഓഫ് പ്ലാന്റ് കിങ്ഡം എന്നറിയപ്പെടുന്ന സസ്യ ഗ്രൂപ്പ് ഏതാണ്? അപ്പോൾ അതിന് ആൻസറായിട്ട് എല്ലാവരും തന്നെ, ഒട്ടുമുക്കാൽ എല്ലാവരും തന്നെ കറക്റ്റ് ആക്കിയൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു. ബ്രയോഫൈറ്റ്സ് എന്നുള്ളതാണ് അതിൻ്റെ ആൻസറായിട്ട് വന്നത്. അപ്പോൾ അവിടെ ബ്രാക്കറ്റിൽ തന്നെ കൊടുത്തിട്ടുണ്ട് നീഡ് വാട്ടർ ഫോർ സെക്ഷുവൽ റീപ്രൊഡക്ഷൻ. അതാണ് അതിൻ്റെ റീസൺ ആയിട്ട് നമ്മൾ പറയുന്നത്. ഇനി പ്ലാന്റ് ബോഡി ഒന്നുകിൽ താലോയിഡ് ആയിരിക്കും അല്ലെങ്കിൽ ലീഫി ആയിരിക്കും. ലീഫി ആയിട്ടെന്ന് പറഞ്ഞാൽ തന്നെ പക്ഷേ പ്രിമിറ്റീവ് ആയിട്ടുള്ള ലീഫാണ്. നമ്മുടെ ഇപ്പോൾ ആൻജിയോസ്പേംസിൻ്റെ മാവിൻ്റെയൊക്കെ പോലെയുള്ള ഭയങ്കര വലിയ മിഡ്രിബും വെയിൻസും വെയിൻലെറ്റ്സ് ഒക്കെ ഉള്ള പോലെയുള്ള ഭയങ്കര വലിയ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ലീഫൊന്നുമല്ല. എന്നാലും സിംപ്ലസ്റ്റ് ആയിട്ടുള്ള ലീഫി സ്ട്രക്ചേഴ്സ് ഉള്ള രീതിയിലത്തെ ഗ്യാമറ്റോഫൈറ്റിക് പ്ലാന്റ് ബോഡിയുള്ള ബ്രയോഫൈറ്റ്സ് ഉണ്ട്. പക്ഷേ അതിൽ തന്നെ ബ്രയോഫൈറ്റ്സിൽ തന്നെ പ്രിമിറ്റീവായ ഒരുപാട് എണ്ണം എങ്ങനെയാണ് കാണുന്നത്? താലോയിഡ് ആയിട്ടാണ് കാണപ്പെടുന്നത്. ഇനി താലോയിഡ് എന്നുള്ള വേർഡിൻ്റെ അർത്ഥം എന്താ? ട്രൂ ലീഫ്, ഫ്ലവേഴ്സ് അതുപോലത്തെ വെജിറ്റേറ്റീവ് പാർട്സ് ആണെങ്കിലും
അങ്ങനത്തെ പാർട്സുകളൊക്കെ ആബ്സെൻ്റ് ആയിട്ട് വെറുതെ ഒരു കുഷ്യൻ പോലെ, ഒരു മാസ്സായിട്ടുള്ള പാരൻകൈമാറ്റസ് ടിഷ്യൂവിൻ്റെ കുഷ്യൻ പോലെയുള്ളൊരു സ്ട്രക്ചറാണ് കാണുന്നതെങ്കിൽ, ഗ്രീൻ കളേർഡ് പാരൻകൈമാറ്റസ് ടിഷ്യൂ മാസ് ആണ് അതിൻ്റെ ശരീരമെങ്കിൽ അതിന് നമ്മൾ പറയുന്ന പേരാണ് താലസ്. ഓക്കെ, അപ്പോൾ അതിൽ ട്രൂ ലീവ്സോ ട്രൂ സ്റ്റെമ്മോ അങ്ങനത്തെ സ്ട്രക്ചേഴ്സ് ഒന്നും കാണില്ല. എല്ലാ ഫങ്ഷൻസും കൂടി ചെയ്യുന്ന ഒരു പാരൻകൈമാറ്റസ് കുഷ്യൻ ഓഫ് സെൽസ് ആയിരിക്കും കാണപ്പെടുന്നത്. ഓക്കെ, ഒരു കാര്യം ഇവിടെ എഴുതിയിട്ടുണ്ട്, ട്രൂ റൂട്ട് ആബ്സെൻ്റ് ആണ്. ഇൻസ്റ്റഡ് ദേ ഹാവ് റൈസോയിഡ്സ്. റൂട്ട്സ് ഉണ്ട്, റൂട്ട്സിൻ്റെ ഫംഗ്ഷൻ ചെയ്യാനായിട്ടുള്ള റൈസോയിഡ്സ് ഉണ്ട്. ബാക്കി സ്റ്റെമ്മ്, ലീഫ്, ഫ്ലവർ അങ്ങനത്തെ സ്ട്രക്ചേഴ്സിനൊക്കെ പകരമായിട്ടാണ് ഈ ഒരു താലോയിഡ് ബോഡി ഉള്ളത്. വെൻട്രൽ സർഫസിൽ സബ്സ്ട്രേറ്റുമായിട്ട് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് സ്ട്രക്ചേഴ്സ് ഉണ്ട്? റൈസോയിഡ്സ് ഉണ്ട്. ഈ റൈസോയിഡ്സ് ജീനസിനനുസരിച്ച് ചില വ്യത്യാസങ്ങളും പ്രത്യേകതകളൊക്കെ കാണിക്കും. യൂണിസെല്ലുലാർ ആയിട്ടുള്ള റൈസോയിഡ്സും മൾട്ടി സെല്ലുലാർ ആയിട്ടുള്ള റൈസോയിഡ്സും കാണിക്കുന്ന ബ്രയോഫൈറ്റ്സ് ഉണ്ട്. ഇനി മുന്നോട്ട് പോവാം. അടുത്തതിന് സ്പോറോഫൈറ്റിനെ കുറിച്ചാണ് നോക്കുന്നത്. സ്പോറോഫൈറ്റ് എന്ന് പറയുമ്പോൾ ഓൾവേസ് അറ്റാച്ച്ഡ് ടു ദ ഗ്യാമിറ്റോഫൈറ്റ്. അപ്പോൾ ഗ്യാമിറ്റോഫൈറ്റ് ആണ് മേജർ ഫേസ് എന്ന് നമ്മൾ പഠിച്ചു, അല്ലെങ്കിൽ നമ്മൾ മനസ്സിലാക്കി. അപ്പോൾ ഈ ഗ്യാമിറ്റോഫൈറ്റിനോട് ഡിപ്പെൻഡ് ചെയ്തിട്ട്, ഗ്യാമിറ്റോഫൈറ്റിനെ ആശ്രയിച്ച് മാത്രം വളരാൻ സാധിക്കുന്ന ഒരു ഫേസ് ആണ് സ്പോറോഫൈറ്റിനുള്ളത്. കംപ്ലീറ്റ്ലി അല്ലെങ്കിൽ പാർഷ്യലി ഡിപ്പെൻഡൻറ്റ് ഓൺ ദ ഗ്യാമിറ്റോഫൈറ്റ് ഫോർ ന്യൂട്രീഷൻ. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് കംപ്ലീറ്റ് ആയിട്ട് ഡിപ്പെൻഡ് ചെയ്ത ടൈപ്പും ഉണ്ട്, പാർഷ്യലി ഡിപ്പെൻഡ് ചെയ്ത ടൈപ്പും ഉണ്ട്. ഓക്കെ, അപ്പോൾ കംപ്ലീറ്റ് ആയിട്ട് ഡിപ്പെൻഡ് ചെയ്യാന്ന് പറയുമ്പോൾ പൂർണ്ണമായിട്ടും ഗ്യാമിറ്റോഫൈറ്റിൽ നിന്ന് കിട്ടുന്ന ന്യൂട്രീഷൻ കൊണ്ട് മാത്രമേ ആർക്ക് വളരാൻ സാധിക്കൂ? സ്പോറോഫൈറ്റിന് വളരാൻ സാധിക്കൂ. ആ ഒരു കണ്ടീഷനിലാണ് പ്രിമിറ്റീവ് ആയിട്ടുള്ള ബ്രയോഫൈറ്റ്സിനെയൊക്കെ നമ്മൾ കാണുന്നത്. എന്നാൽ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരുപാട് ബ്രയോഫൈറ്റ്സ്, ഇപ്പോൾ പോളിട്രിക്കം, ഫ്യുനേറിയ പോലെയൊക്കെയുള്ള ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ബ്രയോഫൈറ്റ്സിന് പാർഷ്യലി ഡിപ്പെൻഡൻ്റ് ആയിട്ടുള്ള സ്പോറോഫൈറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഗ്യാമിറ്റോഫൈറ്റിൽ നിന്ന് ഒരു പരിധി വരെയൊക്കെ ന്യൂട്രീഷൻ എടുക്കുന്നുണ്ട്, എന്നാൽ കൂടി സ്വന്തമായി ഒരു ചെറിയ എമൗണ്ട് ആണെങ്കിലും ഫോട്ടോസിന്തസിസ് ചെയ്യാനും സ്വന്തമായി നിലനിൽക്കാനുമുള്ള കപ്പാസിറ്റി ഉണ്ട്. അതാണ് പാർഷ്യലി ഡിപ്പെൻഡൻ്റ് എന്ന് പറയുന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി രണ്ടാമത്തെ പോയിന്റ് നോക്കാം. ഡിഫറൻഷിയേറ്റഡ് ഇൻ ടു ഫുഡ്, സീറ്റ ആൻഡ് ക്യാപ്സ്യൂൾ. ഏതിൻ്റെ കാര്യമാണ്? ഈ ഒരു സ്പോറോഫൈറ്റ് എന്നുള്ള സ്ട്രക്ചറിൻ്റെ കാര്യമാണ് പറയുന്നത്. ഈ ഒരു സ്പോറോഫൈറ്റിൽ 3 പ്രധാനപ്പെട്ട ഭാഗങ്ങൾ കാണാൻ പറ്റും. ഏതൊക്കെയാണ്? ഫൂട്ട്, സീറ്റ ആൻഡ് ക്യാപ്സ്യൂൾ. ഓക്കെ, അതിൽ ഈ ക്യാപ്സ്യൂൾ എന്നുള്ള ഭാഗത്താണ് സ്പോറോജീനസ് ആയിട്ടുള്ള ടിഷ്യൂ ഒക്കെ ഉള്ളത്. സീറ്റ എന്ന് പറയുമ്പോൾ ഫൂട്ടിനെയും ക്യാപ്സ്യൂളിനെയും തമ്മിൽ കണക്ട് ചെയ്യുന്ന ഒരു ഭാഗമാണ്. അത് നമുക്ക് ഏതുമായിട്ട് കണക്ട് ചെയ്ത് ഓർക്കാൻ പറ്റും? നമ്മുടെ ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് ഓർഗൻ ആയിട്ടുള്ള ആൻജിയോസ്പേംസിലെ ഫ്ലവറിൽ കാണുന്ന ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് ഓർഗൻ ആയിട്ടുള്ള ഗൈനീഷ്യത്തിന് താഴെ ഒരു ഓവറിയും മേലെ സ്റ്റിഗ്മയുണ്ട്. ഈ സ്റ്റിഗ്മേനെയും ഓവറിനെയും കണക്ട് ചെയ്യാൻ വേണ്ടി ഒരു സ്റ്റൈൽ ഉണ്ടല്ലോ, അതേപോലെയാണ് ഇവിടെ സീറ്റ എന്നുള്ളൊരു ഭാഗമുള്ളത്. ഫൂട്ടിനെയും ക്യാപ്സ്യൂളിനെയും കണക്ട് ചെയ്യുന്ന നടുക്ക് നിൽക്കുന്ന ഒരു ഭാഗമാണ് സീറ്റ. അത് എല്ലാത്തിലും കാണണമെന്നില്ല, ചിലതിൽ മാത്രമേ ഉള്ളൂ. ഇൻ മോസസ് ആൻഡ് ഹോൺവേർഡ്സ്, സിംപ്ലർ ഇൻ ലിവർവേർഡ്സ്. അതായത് ഈ സ്ട്രക്ചേഴ്സ് ഒക്കെ, ഈ ഫൂട്ട്, സീറ്റ, ക്യാപ്സ്യൂൾ എന്നുള്ള സ്ട്രക്ചേഴ്സ് ഒക്കെ വെൽ ഡിഫൈൻഡ് ആയിട്ട് നമുക്ക് വ്യക്തമായിട്ടൊക്കെ കാണുന്നത് ഹയർ ആയിട്ടുള്ള ബ്രയോഫൈറ്റ്സിലാണ്, അതായത് മോസസിലും ഹോൺവേർഡ്സിലും ഒക്കെയാണ്. സിംപ്ലർ ആയിട്ടുള്ള താലോയിഡ് ആയിട്ടുള്ളതിൽ ചില സമയത്ത് ക്യാപ്സ്യൂൾ മാത്രം കാണുന്ന ജീനസ് വരെയുണ്ട്. അതിനൊരു എക്സാമ്പിളാണ് റിക്സിയ. നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഇനിയിപ്പോൾ ജീനസിൻ്റെ സ്പെസിഫിക്കേഷൻസ് പഠിക്കുമ്പോൾ കൃത്യമായിട്ട് പറയാം. അടുത്തത് സെക്സ് ഓർഗൻസ് ആണ്. സെക്സ് ഓർഗൻസിനെ കുറിച്ച് നമുക്ക് എന്തൊക്കെയാണ് പറയേണ്ടത്? ആർക്കിഗോണിയയും ആന്തറീഡിയയുമാണ് സെക്സ് ഓർഗൻസ്. ആന്തറീഡിയ എന്ന് പറയുമ്പോൾ മെയിൽ സെക്സ് ഓർഗനും ആർക്കിഗോണിയ എന്ന് പറയുന്നത് ഫീമെയിൽ സെക്സ് ഓർഗനുമാണ്. രണ്ടും മൾട്ടി സെല്ലുലാർ ആയിട്ടുള്ള സ്ട്രക്ചേഴ്സ് ആണ് വിത്ത് സ്റ്റെറൈൽ ജാക്കറ്റ്. ഇപ്പോൾ മൾട്ടി സെല്ലുലാർ ആയിട്ടുള്ള സെക്സ് ഓർഗൻസിന് ചുറ്റിലും സ്റ്റെറൈൽ ജാക്കറ്റ് ഉണ്ടായിരിക്കും. ഇനി ഫെർട്ടിലൈസേഷൻ ഈസ് ഊഗ്യാമസ് ടൈപ്പ്. ഊഗ്യാമസ് ടൈപ്പ് എന്ന് പറയുമ്പോൾ എന്താ ഉദ്ദേശിക്കുന്നത്? ലാർജ് നോൺ മൊട്ടൈൽ എഗ് പ്ലസ് മൊട്ടൈൽ സ്പെർം, ഇത് രണ്ടും കൂടിയാണ് ഫെർട്ടിലൈസ് ചെയ്യുന്നത്. അപ്പോൾ നോൺ മൊട്ടൈൽ ആയിട്ടുള്ള സൈസിൽ വളരെ വലുതായിട്ടുള്ള എഗ്ഗിനെ മൊട്ടൈൽ ആയിട്ടുള്ള വളരെ ചെറിയ സ്പെർം വന്ന് ഫെർട്ടിലൈസ് ചെയ്യുന്ന ആ ഒരു ടൈപ്പ് ഓഫ് ഫെർട്ടിലൈസേഷൻ നമ്മൾ ഊഗ്യാമസ് ടൈപ്പ് ഓഫ് ഫെർട്ടിലൈസേഷൻ എന്ന് പറയുന്നു. അതാണ് ബ്രയോഫൈറ്റ്സ് കാണിക്കുന്നത്. ഇനി ഫെർട്ടിലൈസേഷൻ്റെ പ്രധാനപ്പെട്ട വേറൊരു ഫീച്ചർ എന്തായിരുന്നു? ഇറ്റ് റിക്വയർസ് വാട്ടർ, അല്ലേ? റിക്വയർസ് എക്സ്റ്റേണൽ വാട്ടർ ഫോർ സ്പേം മോട്ടിലിറ്റി. അപ്പോൾ സ്പേം മൊട്ടൈലാണ്, അതിന് ഫ്ലജല്ലയൊക്കെ ഉണ്ടെങ്കിൽ കൂടി വാട്ടർ മീഡിയം ഉണ്ടെങ്കിൽ മാത്രമേ സ്വിം ചെയ്തിട്ട് എവിടേക്ക് എത്താൻ പറ്റുള്ളൂ? ആർക്കിഗോണിയയിൽ ഇരിക്കുന്ന എഗ്ഗിൻ്റെ അടുത്തേക്ക് ഫെർട്ടിലൈസേഷന് വേണ്ടി റീച്ച് ചെയ്യാൻ സാധിക്കുള്ളൂ. അപ്പോൾ അത്രയും പ്രധാനമാണ് വെള്ളത്തിൻ്റെ പ്രസൻസ്. ഓക്കെ, ഇപ്പോൾ വാട്ടർ ഡിപ്പെൻഡൻ്റ് ആയിട്ടുള്ളൊരു റീപ്രൊഡക്ഷനാണ് ഇതിൽ നടക്കുന്നത്.
ഇനി ആൾട്ടർനേഷൻ ഓഫ് ജനറേഷൻ നോക്കാം. ആൾട്ടർനേഷൻ ഓഫ് ജനറേഷനെ കുറിച്ച് നമുക്ക് എന്താണ് പ്രധാനമായിട്ട് അറിഞ്ഞിരിക്കേണ്ടത്? ഇത് ഹെറ്ററോമോർഫിക് ആയിട്ടുള്ള ഒരു ആൾട്ടർനേഷൻ ഓഫ് ജനറേഷൻ ആണ്. അപ്പോൾ ഈ ഒരു പോയിന്റ് ഞാനിവിടെ എടുത്തു പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ മുന്നേ ഉണ്ടായ HSST ആണോ HSC ആണോ എന്നറിയില്ല. എന്തായാലും നമ്മൾ ഇനി പ്രീവിയസ് ക്വസ്റ്റ്യൻസ് നോക്കുമ്പോൾ കാണാം ലൈഫ് സൈക്കിളിന്റെ പാറ്റേൺ ഏത് രീതിയിലാണെന്നുള്ള ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. എന്നിട്ട് ഓപ്ഷൻസിൽ ഹെറ്ററോമോർഫിക്, ഹോമോമോർഫിക്, ഹോമോതാലിക് അങ്ങനെ എന്തൊക്കെയോ കുറച്ച് ഓപ്ഷൻസ് തന്നിട്ട് അതിൽ ആൻസർ ആയിട്ട് വരിക ഹെറ്ററോമോർഫിക് ആയിരുന്നു. ഹെറ്ററോമോർഫിക് എന്ന് പറയുമ്പോൾ അതിന് ടേം മീനിങ് എന്താണ്? ഹെറ്ററോ എന്ന് പറയുമ്പോൾ ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് എന്നാണ്. മോർഫിക് എന്ന് പറയുമ്പോൾ എക്സ്റ്റേണൽ അപ്പിയറൻസിനെയാണ് മോർഫോളജി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ പുറത്ത് കാണുന്ന എക്സ്റ്റേണൽ അപ്പിയറൻസ് ഈ ഒരു ലൈഫ് സൈക്കിളിൽ മൊത്തമായിട്ട് നോക്കുകയാണെങ്കിൽ ആ ഒരു പ്ലാൻ ബോഡീൻ്റെ എക്സ്റ്റേണൽ അപ്പിയറൻസ് ലൈഫ് സൈക്കിളിൽ കംപ്ലീറ്റ് ആയിട്ട് നോക്കുമ്പോൾ എങ്ങനെയാണുള്ളത്? പല വിധത്തിലാണുള്ളത്. അതിനെയാണ് ഹെറ്ററോമോർഫിക് എന്ന് പറയുന്നത്. ലൈഫ് സൈക്കിൾ സ്റ്റാർട്ടിങ് മുതൽ എൻഡ് വരെ ഒരേ പാറ്റേണിൽ ഒരേപോലത്തെ പ്ലാൻ ബോഡിയാണ് കാണിക്കുന്നതെങ്കിൽ ഹോമോമോർഫിക് എന്നാണ് പറയുക. അപ്പോൾ ഇവിടെ ഹെറ്ററോമോർഫിക് ആണ് അല്ലേ? ഹെറ്ററോമോർഫിക് ആൾട്ടർനേഷൻ ബിറ്റ്വീൻ ഡോമിനന്റ് ഗ്യാമിറ്റോഫൈറ്റ് ആൻഡ് ഡിപ്പെൻഡന്റ് സ്പോറോഫൈറ്റ്. സ്പോറോഫൈറ്റ് ആകുമ്പോൾ വളരെ റെഡ്യൂസ്ഡ് ക്യാപ്സ്യൂൾ പോലത്തെ സ്ട്രക്ചറാണ്. ഗ്യാമെറ്റോഫൈറ്റിക് ഫേസ് ആവുന്ന സമയത്ത് താലോയിഡ് ആയിട്ടുള്ള പ്ലാൻ ബോഡി അല്ലെങ്കിൽ ലീഫി ആയിട്ടുള്ള പ്ലാൻ ബോഡിയാണ്. അപ്പോൾ ഇത് രണ്ടും കൂടി ഇത് രണ്ടും കൂടി കാണുന്നത് കൊണ്ട് തന്നെ ഇതിൻ്റെ നമുക്ക് ജനറേഷൻ ആഫ്റ്റർ ജനറേഷൻ ആ ഒരു മോർഫോളജിക്കൽ ചേഞ്ച് ഉള്ളത് കൊണ്ട് മൊത്തത്തിൽ ഇതിനെ ഹെറ്ററോമോർഫിക് ആയിട്ടുള്ള ഒരു ടൈപ്പായിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി സ്പോർസിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ സ്പോർസ് എങ്ങനെയാണ്? പ്രൊഡ്യൂസ്ഡ് ബൈ മിയോസിസ്. അപ്പോൾ ഈ ബ്രയോഫൈറ്റ്സിനെ പറ്റി പറയുമ്പോൾ പ്രധാനമായിട്ട് നമ്മൾ ഓർമ്മിക്കേണ്ടത് ഗ്യാമെറ്റോഫൈറ്റിക് പ്ലാൻ ബോഡിയാണ് പ്രധാനം നമ്മൾ പറഞ്ഞു. അപ്പോൾ ലൈഫ് സൈക്കിളിൽ മേജർ പോർഷനൊക്കെ ഗ്യാമെറ്റോഫൈറ്റിക് ആയിരിക്കും. അപ്പോൾ മേജർ പോർഷനൊക്കെ ഹാപ്ലോയിഡും ആയിരിക്കും. അപ്പോൾ ഹാപ്ലോയിഡ് ആയിട്ടുള്ള ബ്രയോഫൈറ്റിൽ ആകെ ഫസ്റ്റിൽ പ്രൊഡ്യൂസ് ആകുന്ന ഡിപ്ലോയിഡ് സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ ഏതാണ്? സൈഗോട്ടാണ്. അപ്പോൾ ഈ സൈഗോട്ടിൽ നിന്നാണ് എന്ത് വരിക? ബാക്കി സ്ട്രക്ചേഴ്സൊക്കെ ബാക്കി ഡിപ്ലോയിഡ് സ്ട്രക്ചറൊക്കെ വരുന്നത്. അപ്പോൾ ഇവിടെ പറഞ്ഞു വന്നത് സ്പോർസിൻ്റെ കാര്യമാണ്. അപ്പോൾ സ്പോർസ് എങ്ങനെയാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്? മിയോസിസിലൂടെയാണ് ഇൻസൈഡ് ദ ക്യാപ്സ്യൂൾ. അപ്പോൾ ഈ ക്യാപ്സ്യൂള് ശരിക്കും സൈഗോട്ടിൻ്റെ ഫോർമേഷന് ശേഷമാണ് ഈ സ്പോറോജീനസ് ടിഷ്യൂ ഒക്കെ അടങ്ങിയ ക്യാപ്സ്യൂൾ ഉണ്ടാകുന്നത്. ഈ ഒരു സ്പോറോജീനസ് ടിഷ്യൂവിലാണ് ഇനി എന്ത് നടക്കാൻ പോകുന്നത്? മിയോസിസ് നടക്കാൻ പോകുന്നത്. നമ്മൾ ജീനസ് വൈസ് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുമ്പോൾ ഈ ഒരു കാര്യം വ്യക്തമായിട്ട് മനസ്സിലാവും കേട്ടോ. അപ്പോൾ മിയോസിസ് ആകെ നടക്കുന്നത് എവിടെയാണ്? സൈഗോട്ട് ഫോർമേഷന് ശേഷം മാത്രമാണ്. അത് പ്രത്യേകിച്ച് ഒന്ന് ഓർത്തിരുന്നാൽ മതി. ഇനി നമ്മൾ ഓരോരോ ടിപ്പിക്കൽ ജീനസിനെ എടുത്ത് എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ അത് കൃത്യമായിട്ട് മനസ്സിലാവും. ഡിസ്പേഴ്സ്ഡ് ബൈ എയർ ഓർ സ്പെഷ്യൽ മെക്കാനിസം. അപ്പോൾ റിക്സിയ പോലെയുള്ള ഒരു സ്പീഷീസ് ആണെങ്കിൽ, വളരെ പ്രിമിറ്റീവ് ആയിട്ടുള്ള താലോയിഡ് ബോഡിയുള്ള ഒരു സ്പീഷീസ് ആണെങ്കിൽ ഈ ഒരു സ്പോർ ഡിസ്പേഴ്സലിന് പ്രത്യേകിച്ച് മെക്കാനിസം ഒന്നും ഉണ്ടാവില്ല. ഈ താലസോ അല്ലെങ്കിൽ ഇതിൻ്റെ ക്യാപ്സ്യൂൾ വോൾ ലെയേഴ്സ് ഒക്കെ ഡീകേ ചെയ്യുന്ന സമയത്ത് സ്വാഭാവികമായിട്ട് സ്പോർസ് പുറത്തേക്ക് എത്തുകയാണ് ചെയ്യുക. പക്ഷേ നമ്മുടെ ഫ്യൂണേറിയയും പോളിട്രിക്കും പോലെയൊക്കെയുള്ള ഹയർ മോസസിൻ്റെയൊക്കെ സ്പോർസ് ലിബറേറ്റ് ചെയ്യാനായിട്ട് പ്രത്യേക മെക്കാനിസംസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ അത് നമ്മൾ ഏറ്റവും ലാസ്റ്റിലേക്കൊക്കെ ആയിട്ടാണ് പഠിക്കുക. അതിനൊരു എക്സാമ്പിളാണ് പെരിസ്റ്റോം ടീത്ത് ഇൻ മോസസ്. പെരിസ്റ്റോം ടീത്ത് എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക സ്ട്രക്ചേഴ്സ് ആണ്. ഈ ടീത്തുകൾക്ക് ഹൈഗ്രോസ്കോപ്പിക് മൂവ്മെൻറ്റ്സ് നടത്താനുള്ള എബിലിറ്റി ഉണ്ട്, അടയ്ക്കാനും തുറക്കാനൊക്കെ പറ്റും. അപ്പോൾ ക്യാപ്സ്യൂളിൻ്റെ മേലെയായിരിക്കും ഈ ഒരു പെരിസ്റ്റോം ടീത്ത് ഉണ്ടായിരിക്കുക. ഓപ്പർക്കുലം എന്ന് പറഞ്ഞൊരു തൊപ്പി പോലത്തെ ഭാഗമുണ്ട്. ആ ഒരു തൊപ്പി ക്യാപ്സ്യൂൾ മെച്ചറാകുന്ന സമയത്ത് വീണു പോവും. ആ സമയത്താണ് ഈ പെരിസ്റ്റോം ടീത്തുകൾ എക്സ്പോസ്ഡ് ആവുക. അപ്പോൾ ഇതിന് വെള്ളത്തിൻ്റെ പ്രസൻസ് അനുസരിച്ച് ഇങ്ങനെ അടയ്ക്കാനും തുറക്കാനും ഒക്കെ പറ്റും. അപ്പോൾ ഇങ്ങനെ തുറന്നിരിക്കുന്ന സമയത്ത് ക്യാപ്സ്യൂളിൻ്റെ അകത്ത് സ്പോർസിന് ലിബറേറ്റ് ചെയ്യാൻ സാധിക്കും. അടഞ്ഞിരിക്കുന്ന സമയത്ത് സ്പോർസ് ലിബറേഷൻ ലിമിറ്റ് ചെയ്യാനും സാധിക്കും. അപ്പോൾ അത്തരം മെക്കാനിസംസും ഇതിലുണ്ട്, ഹയർ ബ്രയോഫൈറ്റ്സിലുണ്ട്. ഇനി ബ്രയോഫൈറ്റ്സിൻ്റെ എക്കോളജിക്കൽ റോൾ എന്താണെന്ന് നോക്കുകയാണെങ്കിൽ സോയിൽ ഫോർമേഷൻ ആൻഡ് ബൈൻഡിങ്, അതിലൊരു പ്രധാനപ്പെട്ട റോളുള്ള പ്ലാന്റ് ഗ്രൂപ്പ്സ് ആണ് ബ്രയോഫൈറ്റ്സ്. ഈ സോയിൽ ഫോർമേഷൻ എന്ന് പറയുമ്പോൾ എന്താണ്? വെതറിങ് ആണ്. അപ്പോൾ എങ്ങനെയായിരിക്കും വെതറിങ്ങിന് ഇത് കോൺട്രിബ്യൂട്ട് ചെയ്യുക? നമ്മൾ ഓൾറെഡി തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇത്തരം പ്ലാന്റ് ഗ്രൂപ്പ്സ് വെറ്റ് ആയിട്ടുള്ള പാറകളുടെ മേലെയൊക്കെ ജീവിക്കുന്ന ഒരു പ്ലാന്റ് ഗ്രൂപ്പ്സ് ആണെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പാറേൻ്റെ മേലേക്ക് ഇങ്ങനെ കുറേ കാലത്തോളം ജീവിക്കുന്ന സമയത്ത് കാലക്രമേണ പതിയെ ഓരോരോ കെമിക്കൽസ് ഒക്കെ പ്രൊഡ്യൂസ് ചെയ്തിട്ട് ഈ ഒരു പാറേനെ വെതർ ചെയ്യാനുള്ള എബിലിറ്റി ഉണ്ട്. അതുകൊണ്ടാണ് സോയിൽ ഫോർമേഷന് ഹെൽപ്പ് ചെയ്യുന്നു എന്ന് പറയുന്നത്. പിന്നെ ബൈൻഡിങ് എന്ന് പറഞ്ഞാൽ സോയിൽ ഇറോഷനെ ഒരു പരിധിവരെ തടയാനുള്ളൊരു കപ്പാസിറ്റിയും കൂടെ ഈ ഒരു പ്ലാന്റ് ഗ്രൂപ്പിനുണ്ട്. കാര്യം ഇതൊരു മാറ്റ് പോലെ മണ്ണിൻ്റെ മേലെ ഇങ്ങനെ മണ്ണിൻ്റെ സർഫസിൽ അപ്പർ സർഫസിൽ ഇങ്ങനെ ഒരു മാറ്റ് വിരിച്ചതുപോലെ റോസറ്റ് പോലെ കാണപ്പെടുന്നത് കൊണ്ട് തന്നെ ടോപ്പ് സോയിൽ നേരെ ഡയറക്റ്റ് ആയിട്ട് സൺലൈറ്റ് ആണെങ്കിലും റെയിൻ ആണെങ്കിലും പതിക്കുന്നത് ഒരു പരിധിവരെ ഇതിന് തടയാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ സോയിൽ ഇറോഷനെയും തടയുകയും മണ്ണിൻ്റെ ഏറ്റവും ടോപ്പ് സോയിലിനെ ബൈൻഡ് ചെയ്ത് നിർത്താനുള്ള എബിലിറ്റി ഈ ഒരു പ്ലാന്റ് ഗ്രൂപ്പ്സിനുണ്ട്. ഇനി പൈനിയർ സ്പീഷീസ് ഓൺ റോക്കിൻ്റെ മേലെ
എസ്റ്റാബ്ലിഷ് ചെയ്യുന്ന ഫസ്റ്റ് ലൈഫൊക്കെ ആയിരിക്കും മിക്കവാറും ബ്രയോഫൈറ്റ്സിന് ഉണ്ടായിരിക്കുക. മറ്റേ വലിയ ആൻജിയോസ്പേംസിനൊക്കെ റോക്കിൻ്റെ മേലെ റൂട്ട് പെനിട്രേറ്റ് ചെയ്ത് വളരാനുള്ള കഴിവില്ലല്ലോ. അപ്പോൾ ഏറ്റവും പ്രിമിറ്റീവ് ആയിട്ടുള്ള ബ്രയോഫൈറ്റിനെ പോലത്തെ പ്ലാന്റ്സ് ആയിരിക്കും ലൈഫ് എസ്റ്റാബ്ലിഷ് ചെയ്യാത്ത ബെയർ റോക്കിൻ്റെ മേലേക്ക് ഫസ്റ്റ് പയനിയർ സ്പീഷീസ് ആയിട്ട് ആക്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അതിൽ എക്കോളജിക്കൽ സക്സഷനിൽ ഒരു റോളുണ്ട്. ഈ റോക്കിൻ്റെ മേലേക്ക് വരുന്നു, പിന്നെ അത് പതിയെ പതിയെ പൊടിഞ്ഞ് മണ്ണാവുന്നു, എന്നിട്ട് മണ്ണിലേക്ക് കുറച്ചും കൂടി ഹയർ പ്ലാന്റ്സ് ജീവിക്കുന്നു, എന്നിട്ട് ഈ ഹയർ പ്ലാന്റ്സ് പിന്നെയും അഡ്വാൻസ്ഡ് ആയിട്ട് കുറേ വർഷങ്ങൾ കഴിയുമ്പോൾ, മില്യൺസ് ഓഫ് ഇയേഴ്സ് കഴിയുമ്പോൾ മെല്ലെ ഒരു ഫോറസ്റ്റ് ആയിട്ട് മാറുന്നു. അങ്ങനെയൊക്കെയല്ലേ നമ്മൾ എക്കോളജിക്കൽ സക്സഷനിൽ പറയുന്നത്. അപ്പോൾ അതിൻ്റെ സ്റ്റാർട്ടിങ് സ്റ്റേജിൽ ഒരു പയനിയർ സ്പീഷീസ് ആയിട്ട് ആക്ട് ചെയ്യാൻ ആർക്ക് സാധിക്കുന്നുണ്ടെന്നാണ് പറയുന്നത്? ബ്രയോഫൈറ്റ്സിന് സാധിക്കും. മൂന്നാമത്തെ പോയിന്റ്, റീറ്റെയിൻ മോയ്സ്ചർ ആൻഡ് പ്രിവെൻറ്റ് ഇറോഷൻ. അത് ഓൾറെഡി നമ്മൾ പറഞ്ഞില്ലേ, ഈ മണ്ണിൻ്റെ സർഫസിൽ ഒരു മാറ്റ് പോലെ ഇതിങ്ങനെ ഇരിക്കുമ്പം മണ്ണിൻ്റെ താഴോട്ട് ഇതിൻ്റെ താഴേക്കുള്ള ഈ പ്ലാന്റിൻ്റെ താഴേക്കുള്ള സോയിൽ മോയ്സ്ചർ പുറത്തേക്ക് എസ്കേപ്പ് ചെയ്ത് പോകുന്നത് ഒരു പരിധിവരെ ഇതിന് തടയാൻ സാധിക്കുമല്ലോ. കാര്യം ഡയറക്റ്റ് ആയിട്ട് സൺലൈറ്റ് ഇതിലേക്ക് പതിക്കുന്നത് പ്രിവെൻറ്റ് ചെയ്യുന്ന ഒരു മാറ്റ് അല്ലെങ്കിൽ ഒരു കുഷ്യൻ പോലത്തെ ഒരു സ്ട്രക്ചറാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ മോയ്സ്ചർ ലോക്ക് ചെയ്യാനുള്ള എബിലിറ്റിയും കൂടി നമ്മുടെ ബ്രയോഫൈറ്റ്സിനുണ്ട്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയൊക്കെ നോക്കുമ്പോൾ എക്കോളജിക്കലി ഒരു ബെനിഫിഷ്യൽ ആയിട്ടുള്ള പ്ലാന്റ് ഗ്രൂപ്പാണ് ബ്രയോഫൈറ്റ്സ് എന്ന് മനസ്സിലാക്കാൻ പറ്റും. അടുത്ത സ്ലൈഡ് നോക്കാം. വാസ്കുലാർ സിസ്റ്റം ഇൻ ബ്രയോഫൈറ്റ്സ്. നമ്മൾ ഓൾറെഡി പറഞ്ഞു ബ്രയോഫൈറ്റ്സ് ആർ നോൺ വാസ്കുലാർ എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ നോൺ വാസ്കുലാർ ആയാൽ ഈ ഒരു പ്ലാന്റിൻ്റെ ടിഷ്യൂസിന് ആവശ്യമുള്ള മോയ്സ്ചറും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് കിട്ടുക? അപ്പോൾ അതെങ്ങനെയാണ് കിട്ടുക എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ട്രൂ വാസ്കുലാർ ടിഷ്യൂസ് ആർ ആബ്സെൻറ്റ്. അപ്പോൾ വാസ്കുലാർ ടിഷ്യൂസ് ആബ്സെൻ്റ് ആണ് നമ്മളങ്ങനെ ഒന്നിച്ചടക്കി അങ്ങനെ പറയാൻ പറ്റില്ല. ട്രൂ വാസ്കുലാർ സിസ്റ്റം, അതായത് 4 തരത്തിലുള്ള സൈലവും 4 തരത്തിലുള്ള ഫ്ലോയും ടിഷ്യൂസ് ഉണ്ട് നമുക്കറിയാം. കോംപ്ലക്സ് ടിഷ്യൂസ് ഒക്കെ നമ്മൾ നോക്കിയതാണ്. അറിയില്ലെങ്കിൽ ഇനി വരുന്ന ക്ലാസ്സുകളിൽ പഠിക്കാം. അതായത് സൈലം പാരൻകൈമ, സൈലം ട്രക്കീറ്റ്സ്, വെസൽസ് എന്നൊക്കെ പറഞ്ഞ് കുറേ ടൈപ്സ് ഒക്കെ ഉണ്ടല്ലോ. അപ്പോൾ അത്രയും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള സൈലവും ഫ്ലോയും ഒക്കെ ആബ്സെൻ്റ് ആണെന്നേ ഉള്ളൂ. പക്ഷെ അതിന് പകരം വളരെ പ്രിമിറ്റീവ് ആയിട്ട് ഇതിൻ്റെയൊക്കെ ഏറ്റവും പ്രൈമോഡിയൽ ആയിട്ടുള്ള ടിഷ്യൂ സിസ്റ്റംസ് ഏതിലുണ്ടാവും? ബ്രയോഫൈറ്റ്സിലുണ്ടാവും. അപ്പോൾ ആ ഒരു കാര്യത്തിലേക്കാണ് നമ്മൾ എത്തുന്നത്. ബ്രയോഫൈറ്റ്സ് ഡു നോട്ട് ഹാവ് ട്രൂ സൈലം ആൻഡ് ഫ്ലോയം, ഹെൻസ് ദേ ആർ കൺസിഡേർഡ് നോൺ വാസ്കുലാർ പ്ലാന്റ്സ്. അപ്പോൾ ട്രൂ വാസ്കുലാർ സിസ്റ്റംസ് ഇല്ലാത്തതുകൊണ്ടാണ് ഇതിന് നോൺ വാസ്കുലാർ പ്ലാന്റ്സ് എന്ന് പറയുന്നത്. പക്ഷേ പ്രിമിറ്റീവ് സ്ട്രക്ചേഴ്സ് പ്രസൻ്റ് ആണ്. വാട്ടർ കണ്ടക്ഷൻ is done by diffusion and capillary action. ഇപ്പോൾ സാധാരണ പാരൻകൈമാറ്റസ് ടിഷ്യൂസിലൂടെയുള്ള ഡിഫ്യൂഷനും കാപ്പിലറി ആക്ഷനും ഒക്കെയാണ് പ്രധാനമായിട്ടും ബ്രയോഫൈറ്റ്സിൻ്റെ കണ്ടക്റ്റീവ് മെത്തേഡ്സ്. ഓക്കെ, കണ്ടക്ഷന് വേണ്ടിയിട്ടുള്ള മെത്തേഡ്സ്. ഇനി വാട്ടർ ഈസ് അബ്സോർബ്ഡ് ഡയറക്ട്ലി ത്രൂ ദ സർഫസ് ഓഫ് ദ പ്ലാന്റ് ബോഡി ആൻഡ് ഡിസ്ട്രിബ്യൂട്ടഡ് ഇന്റേർണലി ബൈ ഡിഫ്യൂഷൻ. അത് മനസ്സിലാവുന്നുണ്ടല്ലോ. ഇതിൻ്റെ സർഫസ് വളരെ ഡെലിക്കേറ്റ് ആയിട്ടുള്ള ടിഷ്യൂസ് ആയതുകൊണ്ട് തന്നെ സർഫസിലൂടെ തന്നെ കുറേ വെള്ളത്തിനൊക്കെ ഇംബൈബ് ചെയ്യാൻ സാധിക്കും. പിന്നെ ഡിഫ്യൂഷൻ വഴി തൊട്ടടുത്തുള്ള വളരെ സ്പോഞ്ചി ആയിട്ടുള്ള ഡെലിക്കേറ്റ് ആയിട്ടുള്ള പാരൻകൈമാറ്റസ് ടിഷ്യൂസിന് കൈമാറ്റം ചെയ്യാൻ സാധിക്കും ഡിഫ്യൂഷനൊക്കെ വഴി. ഇനി നമ്മൾ ടിഷ്യൂവിലുള്ള ചെറിയൊരു ഡിഫറൻസിയേഷൻ പറയാൻ പോവാണ്. കണ്ടക്റ്റിംഗ് സ്ട്രക്ചേഴ്സ് ഇൻ ബ്രയോഫൈറ്റ്സ്. ഇപ്പോൾ ബ്രയോഫൈറ്റ്സിൽ തന്നെ ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, വളരെ പ്രിമിറ്റീവായ കുറേ താലോയിഡ് പ്ലാന്റ്സും ഉണ്ട്, കുറച്ച് ലീഫി ആയിട്ടുള്ള കുറച്ച് ഹയർ പ്ലാന്റ്സും ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഈ ഹയർ പ്ലാന്റ്സിൽ നോക്കുകയാണെങ്കിൽ, ഈ പിക്ചേഴ്സിലേക്ക് നോക്കിയേ, ഹയർ പ്ലാന്റ്സിൽ നോക്കുകയാണെങ്കിൽ രണ്ടാമത്തെ പിക്ചറിൽ കാണിച്ചതുപോലെയും ലോവർ ബ്രയോഫൈറ്റ്സിൽ താലോയിഡ് ആയിട്ടുള്ള ബ്രയോഫൈറ്റ്സിൽ നോക്കുകയാണെങ്കിൽ ആദ്യത്തെ പിക്ചറിൽ കാണിച്ചതുപോലെയാണ് നമ്മൾ സെക്ഷൻ എടുത്ത് നോക്കുകയാണെങ്കിൽ കാണാൻ സാധിക്കുക. ജനറലൈസ് ചെയ്തൊരു പിക്ചറാണ്, ഇന്ന സ്പീഷീസ് ഒന്നും എടുത്ത് പറയുന്നില്ല. അപ്പോൾ ഫസ്റ്റ് ഡയഗ്രത്തിലേക്ക് നോക്കിയേ, ഫസ്റ്റ് ഡയഗ്രത്തിൽ നോക്കിയാൽ സെൻട്രൽ പാരൻകൈമ എന്ന് എഴുതിയത് കണ്ടോ? അതുപോലെ കോർട്ടെക്സ് എന്ന് എഴുതിയത് കാണുന്നുണ്ടല്ലോ. അതായത് സെക്ഷൻ എടുത്ത് നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു കോർട്ടിക്കൽ ഏരിയ, കുറച്ച് തിക്കൻഡ് ആയിട്ടുള്ള ഒരു കോർട്ടിക്കൽ ഏരിയയും വളരെ ഡെലിക്കേറ്റ് ആയിട്ട് ഒരു സെൻട്രൽ പാരൻകൈമയും കാണാൻ സാധിക്കും. അപ്പോൾ അതിൻ്റെ അർത്ഥം ഈ ടിഷ്യൂസൊക്കെ വാസ്കുലാർ കണ്ടക്ഷൻ അല്ലെങ്കിൽ കണ്ടക്ഷൻ ഓഫ് വാട്ടർ ചെയ്യാനായിട്ട് സാധിക്കുന്ന തരത്തിൽ വളരെ തിൻവോൾഡ് ആയിട്ടുള്ള ടിഷ്യൂസാണ്. ഡിഫ്യൂഷൻ വഴിയും കാപ്പിലറി ആക്ഷൻ വഴിയും ഒക്കെ വാട്ടർ കണ്ടക്ഷൻ ചെയ്യുന്ന പ്രിമിറ്റീവ് ബ്രയോഫൈറ്റ്സിലെ ടിഷ്യൂസിനെയാണ് നമ്മൾ ആദ്യത്തെ ഡയഗ്രത്തിൽ കാണുന്നത്. ഇനി രണ്ടാമത്തെ ഡയഗ്രത്തിൽ നോക്കുമ്പോൾ കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ബ്രയോഫൈറ്റ്സിലാണെങ്കിൽ ഇതുപോലത്തെ സ്ട്രക്ചറാണ് കാണുക. ഇതിൽ സെൻട്രൽ സ്പേസിനെ ഫില്ല് ചെയ്യുന്നത് ഹൈഡ്രോയിഡ്സ് എന്ന് പറഞ്ഞൊരു ടൈപ്പ് ഓഫ് ടിഷ്യൂസും അതിന് ചുറ്റുമായിട്ട് കാണുന്നത് ലെപ്റ്റോയിഡ്സ് എന്ന് പറഞ്ഞ ടിഷ്യൂസും ആണ്. അപ്പോൾ ഹൈഡ്രോയിഡ്സും ലെപ്റ്റോയിഡ്സും ആ ടേം നന്നായിട്ടൊന്ന് മനസ്സിൽ ഉറപ്പിച്ച് വെക്കണം. നടുക്ക് കാണുന്നത് ഹൈഡ്രോയിഡ്സും അതിൻ്റെ ചുറ്റും കാണുന്നത് ലെപ്റ്റോയിഡ്സും ആണ്. അപ്പോൾ ഈ ഹൈഡ്രോയിഡ്സ് എന്ന് വെച്ചാൽ പ്രിമിറ്റീവ് സൈലത്തിനെയാണ് നമ്മൾ ഹൈഡ്രോയിഡ്സ് എന്ന് പറയുന്നത്. വാട്ടർ കണ്ടക്ഷൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പ്രിമിറ്റീവ് ടിഷ്യൂസ് ആണ് ഇത് ഹൈഡ്രോയിഡ്സ്. ഇനി ലെപ്റ്റോയിഡ്സ് എന്ന് പറയുമ്പോഴോ,
ലെപ്റ്റോയിഡ്സ് ഫോട്ടോസിന്തറ്റിക് പ്രോഡക്ട്സിനെയും മറ്റൊക്കെ കണ്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഫ്ലോയം ടിഷ്യൂസ് ഉണ്ടല്ലോ. ഫ്ലോയം ടിഷ്യൂസിന്റെ പ്രിമിറ്റീവ് ടിഷ്യൂസ് ആണ് ലെപ്റ്റോയിഡ്സ്. അപ്പം സൈലത്തിന് ചുറ്റും ഫ്ലോയം അറേഞ്ച് ചെയ്തിട്ടുള്ള ഒരു കണ്ടീഷനാണ് നമ്മൾ ഹയർ മോസസിലും അതേപോലെ ലീഫി ആയിട്ടുള്ള ബ്രയോഫൈറ്റ്സിലൊക്കെ കാണുന്നത്. അപ്പം അതിനെയാണ് നമ്മൾ രണ്ടാമത്തെ ഡയഗ്രത്തിൽ സൂചിപ്പിച്ചിരിക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഈ കണ്ടന്റ് ഒന്ന് നോക്കാം. ഹൈഡ്രോയിഡ്, ആദ്യം തന്നെ ഹൈഡ്രോയിഡിനെ കുറിച്ച് എഴുതിയിട്ടുണ്ട്. വാട്ടർ കണ്ടക്ടിങ് സെൽസ് ആണ്, ഫങ്ഷണലി സിമിലർ ടു സൈലം. സൈലത്തിന്റെ പ്രധാനപ്പെട്ട ഫംഗ്ഷൻ എന്തായിരുന്നു? വാട്ടർ കണ്ടക്ഷൻ ആണ്. അപ്പോൾ വാട്ടർ കണ്ടക്ഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് സൈലത്തിനോട് സിമിലർ ആണ്, പക്ഷെ സൈലത്തിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ വളരെ സിംപ്ലസ്റ്റ് സ്ട്രക്ചർ ഉള്ള ഹൈഡ്രോയിഡ്സ് ആണ് ബ്രയോഫൈറ്റ്സിൽ കാണപ്പെടുന്നത്. ഇനി ലെപ്റ്റോയിഡ്സ്, ഈ ഹൈഡ്രോയിഡ്സും ലെപ്റ്റോയിഡ്സും ബ്രയോഫൈറ്റ്സിൽ ഉണ്ടെന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ എപ്പോഴും മനസ്സിൽ എന്തോ ഓർക്കണം? ഹയർ ആയിട്ടുള്ള ബ്രയോഫൈറ്റ്സിൽ മാത്രമേ ഉള്ളൂ. ഹയർ എന്ന് പറയുമ്പോൾ നമ്മുടെ ലീഫി ബ്രയോഫൈറ്റ്സ് ഏതൊക്കെയാണ്? ഫ്യൂനേറിയം, പോളിട്രിക് ഒക്കെ നിങ്ങൾക്ക് ഓർക്കാം. അതുപോലെയുള്ള പ്ലാന്റ്സിൽ മാത്രമേ ലെപ്റ്റോയിഡും ഹൈഡ്രോയിഡും കാണുള്ളൂ. ഇനി ലെപ്റ്റോയിഡിന്റെ കാര്യം നോക്കാം. ലെപ്റ്റോയിഡ് ഇസ് ഫുഡ് കണ്ടക്ടിങ് സെൽസ്, ദാറ്റ് ഇസ് ഫോട്ടോസിന്തറ്റിക് പ്രോഡക്ട്സിനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ട്രാൻസ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ടിഷ്യൂസ് ആണ്. ഫങ്ഷണലി സിമിലർ ടു ആരായിരിക്കും? ഫ്ലോയം ആയിരിക്കും. ഇനി പാരൻകൈമാറ്റസ് സെൽസ്, ഇതാണ് പ്രിമിറ്റീവ് ആയിട്ടുള്ള പ്ലാന്റ്സിൽ കാണുന്നത്. പാരൻകൈമാറ്റസ് സെൽസ് ആണ്. ബേസിക് കണ്ടക്ഷൻ ആൻഡ് സ്റ്റോറേജ് ചെയ്യാനും കൂടി കപ്പാസിറ്റി ഉള്ള ടിഷ്യൂസ് ആണ്. ഇത് ബ്രയോഫൈറ്റ്സിൽ ധാരാളം കാണുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഈ പാരൻകൈമാറ്റസ് സെൽസ് ആണ് കംപ്ലീറ്റ് ആയിട്ടും നമ്മുടെ ബേസിക് ടൈപ്സിൽ ഉള്ളത്. പക്ഷേ ഹയർ ടൈപ്സിൽ നോക്കുകയാണെങ്കിൽ ലെപ്റ്റോയിഡ്സും ഹൈഡ്രോയിഡ്സും അതിൻ്റെ കൂടെ പാരൻകൈമാറ്റസ് ടിഷ്യൂസും കാണാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ ഈ കോർട്ടിക്കൽ റീജിയനിലൊക്കെ പാരൻകൈമാറ്റസ് ടിഷ്യൂസ് ഉണ്ട്. ഇനി അടുത്തത്, വൈ ആർ ബ്രയോഫൈറ്റ്സ് കോൾഡ് നോൺ വാസ്കുലാർ പ്ലാന്റ്സ്. അപ്പോൾ നിങ്ങൾക്ക് പിന്നെ ഒരു ഡൗട്ട് ഉണ്ടായിട്ടുണ്ടാവും, അപ്പോൾ ഇത്രയും ലെപ്റ്റോയിഡ്സും ഹൈഡ്രോയിഡ്സും ഒക്കെ ഉണ്ടെന്നിട്ടും കൂടി അതിനെ വീണ്ടും എന്തിനാ നോൺ വാസ്കുലാർ പ്ലാന്റ്സ് എന്ന് വിളിക്കുന്നത് എന്നുള്ളൊരു ഡൗട്ട് ചിലർക്കെങ്കിലും തോന്നിയിട്ടുണ്ടാവും. അപ്പോൾ അതിൻ്റെ ആൻസർ എന്താണെന്ന് വെച്ചാൽ, കൃത്യമായിട്ടുള്ള അല്ലെങ്കിൽ ഹൈലി ഡെവലപ്ഡ് ആയിട്ടുള്ള വാസ്കുലാർ സിസ്റ്റം ഉള്ള ഒരു പ്ലാന്റിനെ മാത്രമേ നമുക്ക് എന്തായിട്ട് ഒരു ട്രൂ വാസ്കുലാർ പ്ലാന്റ് ആയിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റൂ. അതൊരു കാര്യം. പിന്നെ രണ്ടാമത്തത്, ഒരു ട്രൂ വാസ്കുലാർ സിസ്റ്റം ഉണ്ടെങ്കിൽ ആ ഒരു ടിഷ്യൂസിൽ ലിഗ്നിഫൈഡ് ഡെപ്പോസിഷൻസ് ഉണ്ടായിരിക്കും. അപ്പോൾ ഈ ലിഗ്നിഫൈഡ് ഡെപ്പോസിഷൻസ് ഉള്ള ടിഷ്യൂസ് കണ്ടക്ഷന് വേണ്ടി മാത്രമല്ല, അതെന്തിനും കൂടി ഹെൽപ്പ് ചെയ്യുന്നു? ആ ഒരു പ്ലാന്റിൻ്റെ ഫിസിക്കൽ സ്ട്രെങ്ത്തിനും ഒരു മെക്കാനിക്കൽ സ്ട്രെങ്ത്തിനൊക്കെ വേണ്ടിയിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ടിഷ്യൂസ് ആയിരിക്കും ഇത്തരത്തിലുള്ള ലിഗ്നിഫൈഡ് ടിഷ്യൂസ്. ഓക്കെ, അപ്പോൾ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കണ്ടക്ടിങ് ടിഷ്യൂസ് ഇല്ലാത്തതും ഈ അഡ്വാൻസ്ഡ് ടിഷ്യൂസിൻ്റെ ആബ്സെൻസ് എന്ന് പറയുമ്പോൾ ലിഗ്നിഫൈഡ് ടിഷ്യൂസിൻ്റെ ആബ്സെൻസ് ആണ് ഏറ്റവും കൂടുതൽ ഈ പ്ലാന്റിനെ എഫക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ഹയർ പ്ലാന്റ്സിൻ്റെ ഒക്കെ സ്റ്റെമ്മിന് അത്രയും സ്ട്രെങ്ത് കൊടുക്കാൻ തന്നെ കാരണം അതിൻ്റെ സൈലത്തിലൊക്കെ ഉള്ള ആ ഒരു ട്രക്കീഡ്സിലും വെസൽസിലൊക്കെ ഉള്ള ഡെപ്പോസിഷൻസ് ആണ്. അപ്പോൾ അത്തരം ഡെപ്പോസിഷൻസ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ വളരെ ഡെലിക്കേറ്റ് ആയിട്ടുള്ള ഒരു ടിഷ്യൂ ആയിരിക്കും ഈ പ്ലാന്റിന് ഉണ്ടായിരിക്കുക. അപ്പോൾ അതുകൊണ്ടൊക്കെ കൂടിയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഈ ഒരു പ്ലാന്റിനെ നോൺ വാസ്കുലാർ പ്ലാന്റ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു കാര്യം നമുക്കൊന്ന് എഴുതിയിരിക്കുന്നത് എന്താ നോക്കാം. They lack lignified tissues. കണ്ടല്ലോ, ലിഗ്നിഫൈഡ് ടിഷ്യൂസ് ഈ പ്ലാന്റിൽ കംപ്ലീറ്റ്ലി ആബ്സെന്റ് ആണ്. റിക്വയർഡ് ഫോർ എഫിഷ്യൻറ്റ് വാട്ടർ കണ്ടക്ഷൻ. അപ്പോൾ എഫിഷ്യൻ്റ് ആയിട്ട് വാട്ടർ കണ്ടക്ട് ചെയ്യാനായിട്ടുള്ള അത്തരം ടിഷ്യൂസ് ഒന്നുമില്ല. ഇതിന് താലോയിഡ് ബോഡിയൊക്കെ അല്ലേ, അപ്പോൾ വളരെ കുറച്ച് ദൂരത്തേക്ക് മാത്രം ഡിഫ്യൂഷൻ വഴിയോ കാപ്പിലറി ആക്ഷൻ വഴിയോ മാത്രം ട്രാൻസ്പോർട്ട് ചെയ്താൽ മതി. അല്ലാതെ സ്പെഷ്യലൈസ്ഡ് പമ്പ് ചെയ്യുന്നത് പോലെയൊന്നും വെസൽസിലൂടെ ഒന്നും പമ്പ് ചെയ്ത് കൊടുക്കാൻ മാത്രമൊന്നും ഹൈറ്റ് ഒന്നും ഇല്ലല്ലോ. വലിയ ട്രീസൊക്കെ ആണെങ്കിൽ അതിൻ്റെ ടിപ്പ് വരെ വെള്ളം എത്തിക്കണമെങ്കിൽ കാപ്പിലറി ആക്ഷൻ ഒന്നും മതിയാവില്ല അല്ലേ. കാപ്പിലറി ആക്ഷൻ, ഒരു സിമ്പിൾ കാപ്പിലറി ആക്ഷനൊക്കെ ഇൻസഫിഷ്യൻ്റ് ആണ്. അപ്പോൾ നമ്മൾ അസെൻറ്റ് ഓഫ് സാപ്പ് ഒക്കെ പഠിക്കുന്നുണ്ട് വലിയ ട്രീസിലൊക്കെ കാര്യം. അതുപോലെ ഒന്നുമല്ല, ഇത് ഭയങ്കര ബേസിക് ആയിട്ടുള്ള സ്ട്രക്ചേഴ്സ് ആണ്. കുറച്ച് ടിഷ്യൂസേ ഉള്ളൂ. അപ്പോൾ ഈ ടിഷ്യൂസ് ആണെങ്കിൽ വളരെ ഡെലിക്കേറ്റും ആണ്. ഒന്നിനോടൊന്ന് ചേർന്നിരിക്കുമ്പോൾ ഇംബിവിഷൻ വഴിയോ അല്ലെങ്കിൽ എന്താ പറയുക നമ്മുടെ ഡിഫ്യൂഷൻ വഴിയൊക്കെ സിമ്പിളായിട്ട് വെള്ളത്തിന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകാൻ പറ്റും. അപ്പോൾ ലിഗ്നിഫൈഡ് ടിഷ്യൂസിൻ്റെ ഒക്കെ ആബ്സെൻസ് ആണ് കംപ്ലീറ്റ് ആയിട്ട് കാണുന്നത്. ഇനി ആബ്സെൻസ് ഓഫ് ലിഗ്നിഫൈഡ് ടിഷ്യൂസ് ഓൾസോ മീൻസ് നോ സ്ട്രക്ചറൽ സപ്പോർട്ട്. അപ്പോൾ സ്ട്രക്ചറൽ സപ്പോർട്ടേ പ്രൊവൈഡ് ചെയ്യുന്നില്ല. ഓർ ലോങ് ഡിസ്റ്റൻസ് ട്രാൻസ്പോർട്ട് ചെയ്യാൻ സാധിക്കാത്ത വളരെ ഇൻഎഫിഷ്യൻ്റ് ആയിട്ടുള്ള ടിഷ്യൂസ് ആണ്. പിന്നെ ലോങ് ഡിസ്റ്റൻസ് ട്രാൻസ്പോർട്ട് ചെയ്യാനുള്ള ഒരു സ്കോപ്പും ഇല്ല. വളരെ ചെറിയ പ്ലാന്റ് അല്ലേ, അതിലെങ്ങോട്ടാണ് ഈ ലോങ് ആയിട്ട് ഡിസ്റ്റൻറ്റിൽ ട്രാൻസ്പോർട്ട് ചെയ്യാനുള്ള സാധ്യത ഉള്ളത്? അപ്പോൾ അത്രയും ചെറിയ പ്ലാന്റ് ബോഡിയാണ്. ഇനി വാട്ടർ മൂവ്മെൻറ്റ് ഇസ് പാസീവ് ആൻഡ് ഡിപ്പെൻഡ് ഓൺ മോയ്സ്റ്റ് എൻവയോൺമെൻറ്റ്. അപ്പോൾ പാസീവ് ആയിട്ടുള്ള വാട്ടർ കണ്ടക്ഷൻ ആണ്. നമ്മൾ ഓൾറെഡി പറഞ്ഞു ഡിഫ്യൂഷനൊക്കെ ഇല്ലേ, ഡിഫ്യൂഷനൊക്കെ എനർജി ആവശ്യമുണ്ടോ? ഇല്ല. കോൺസെൻട്രേഷൻ കൂടിയ ഭാഗത്ത് നിന്ന് കോൺസെൻട്രേഷൻ കുറഞ്ഞ ഭാഗത്തേക്ക് ഒരു മോളിക്യൂൾസിൻ്റെ ആ ഒരു ഡിസ്പേർഷനെയാണ് നമ്മൾ എന്ത് പറയുക, ഡിഫ്യൂഷൻ എന്ന് പറയുക. അപ്പോൾ അതുകൊണ്ട് തന്നെ പാസീവായിട്ട് കൺസിഡർ ചെയ്യുന്നു. മോയ്സ്റ്റ് എൻവയോൺമെൻറ്റിലാണ് ഇതൊക്കെ ജീവിക്കാൻ സാധിക്കുന്നത്. ഇങ്ങനെ പാസീവായിട്ടുള്ള ട്രാൻസ്പോർട്ട് ആയതുകൊണ്ട് തന്നെ
എനർജി പ്രൊവൈഡ് ചെയ്തുകൊണ്ട് വെള്ളത്തിനെ വലിച്ചെടുക്കുന്നൊന്നുമില്ല. പാസീവായിട്ട് കിട്ടിയ വെള്ളത്തിന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഓരോരോ സെല്ലും കൈമാറ്റം ചെയ്ത് അങ്ങനെ ജീവിച്ചു പോവുകയാണ്. അതുകൊണ്ട് തന്നെ ഈ പ്ലാന്റിന് എന്ത് വേണം? ഭയങ്കര നനഞ്ഞ ഒരു അറ്റ്മോസ്ഫിയർ ആണെങ്കിൽ മാത്രമേ ജീവൻ നിലനിൽക്കാൻ പറ്റുള്ളൂ. ഓക്കെ, ഇനി ഡ്യൂ ടു ദെയർ സ്മോൾ സൈസ് ആൻഡ് തിൻ ബോഡി, വാട്ടർ ട്രാൻസ്പോർട്ട് ഒക്കേഴ്സ് മെയിൻലി ത്രൂ കാപ്പിലറി ആക്ഷൻ, ഓസ്മോസിസ് ആൻഡ് ഡിഫ്യൂഷൻ. ഓൾറെഡി നമ്മൾ പറഞ്ഞല്ലോ, ഇനി എക്സ്പ്ലെയിൻ ചെയ്യണ്ടല്ലോ, മനസ്സിലായിട്ടുണ്ടാവും. അടുത്ത സ്ലൈഡിലേക്ക് പോവാം. അഫിനിറ്റീസ് ഓഫ് ബ്രയോഫൈറ്റ്സ് വിത്ത് ആൽഗെ. അപ്പോൾ ഈ നമ്മളിപ്പോൾ പറഞ്ഞ കുറേ ക്യാരക്ടേഴ്സ് ഇങ്ങനെ അനലൈസ് ചെയ്യുന്ന സമയത്ത് ആൽഗേൻ്റെ ക്യാരക്ടേഴ്സുമായിട്ട് ഒരുപാട് സിമിലാരിറ്റി ഉണ്ടാവും അല്ലേ? തോന്നിയിട്ടുണ്ടാവും നിങ്ങൾക്ക്. കുറേയൊക്കെ പ്രിമിറ്റീവ് ആയിട്ടുള്ള ആൽഗെ പോലെ ഉണ്ടല്ലോ എന്ന് തോന്നിയിട്ടുണ്ടാവും. അപ്പോൾ അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ആൽഗെ കഴിഞ്ഞ് നമ്മൾ ഈ പ്ലാന്റ്സിൻ്റെ എവല്യൂഷൻ, പ്ലാന്റ് ഗ്രൂപ്പ്സിൻ്റെ ആൻജിയോസ്പേംസിൻ്റെ ഒക്കെ എവല്യൂഷൻ നോക്കുകയാണെങ്കിൽ ബ്രയോഫൈറ്റ്സിൻ്റെ തൊട്ട് താഴെ വരുന്ന പ്ലാന്റ് ഗ്രൂപ്പാണ് ആൽഗെ. ബ്രയോഫൈറ്റ്സ് കഴിഞ്ഞ് വരുന്ന പ്ലാന്റ് ഗ്രൂപ്പാണ് ടെറിഡോഫൈറ്റ്. അപ്പോൾ ഈ രണ്ട് ആൾക്കാരുമായിട്ടുള്ള ഒരു കണക്റ്റിംഗ് ആയിട്ടുള്ള കുറേ ക്യാരക്ടേഴ്സ് ബ്രയോഫൈറ്റ്സിൽ ഉണ്ടാവും. അതിൽ തന്നെ നമ്മൾ ആദ്യം നോക്കുന്നത് അഫിനിറ്റീസ് ഓഫ് ബ്രയോഫൈറ്റ്സ് വിത്ത് ആൽഗെ എന്നുള്ള ഒരു കാറ്റഗറിയാണ്. ഓരോരോ ക്യാരക്ടേഴ്സ് നോക്കാം. താലോയിഡ് പ്ലാന്റ് ബോഡി, അത് തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കോമൺ ക്യാരക്ടറാണ്. നമ്മൾ ആൽഗയിൽ കാണുകയാണെങ്കിൽ താലോയിഡ് പ്ലാന്റ് ബോഡിയാണ്. അൾവയൊക്കെ നിങ്ങൾക്ക് നന്നായിട്ട് ഓർക്കാൻ പറ്റുന്നുണ്ടാവും. അൾവയൊക്കെ എങ്ങനെയാണ്? താലസ് പോലെ, നമ്മുടെ റിക്സിയൻ്റെ ഒക്കെ താലസ് പോലെ തന്നെയാണ് ഏകദേശം കേട്ടോ, കറക്റ്റായിട്ടല്ല, ഏകദേശമൊക്കെ അങ്ങനെ തോന്നിക്കും. Many bryophytes, Rixia, Mercantia, have simple thalloid body without true root, stem or leaves. Resembles algal thallus. അപ്പോൾ ആൽഗൽ താലസിനോട് റിസംബ്ലൻസ് തോന്നിപ്പിക്കുന്ന രീതിയിലുള്ള പ്ലാന്റ് ബോഡി, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ക്യാരക്ടർ. ലാക്ക് ഓഫ് വാസ്കുലാർ ടിഷ്യൂസ്, അത് രണ്ടാമത്തെ ഒരു ക്യാരക്ടറാണ്. ഈ ആൽഗെ അക്വാട്ടിക് ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് ആൽഗെ. അപ്പോൾ അതിന് പ്രത്യേകിച്ച് കണ്ടക്റ്റിംഗ് ടിഷ്യൂസ് ഒന്നുമില്ല. അതുപോലെ തന്നെയാണ് ബ്രയോഫൈറ്റ്സിലുള്ളത്. പതിയെ ഹൈഡ്രോയിഡും ലെപ്റ്റോയിഡും ഒക്കെ ഇങ്ങനെ ഗ്രാജുവലി പ്രൊഡ്യൂസ് ചെയ്ത് വരികയാണ്. ഇനി ഇതിനേക്കാളും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ടെറിഡോഫൈറ്റിലേക്ക് എത്തുമ്പോഴത്തേക്കും വളരെ ഇലാബറേറ്റ് ആയിട്ടുള്ള ടിഷ്യൂ സിസ്റ്റംസ്, വാസ്കുലാർ ടിഷ്യൂ സിസ്റ്റംസ് ഫോം ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ബോത്ത് സൈലം ആൻഡ് ഫ്ലോയം ആർ ആബ്സെൻറ്റ്. വാട്ടർ കണ്ടക്ഷൻ ഈസ് മെയിൻലി ബൈ ഡിഫ്യൂഷൻ. മെയിൻലി ഡിഫ്യൂഷനിലൂടെയാണ് ആൽഗയിലും നടക്കുന്നത്, അതുപോലെ ബ്രയോഫൈറ്റ്സിലും നടക്കുന്നത്. ഇനി മൊട്ടൈൽ സ്പേംസിൻ്റെ പ്രസൻസ് ആൽഗയിലുണ്ട്, ബ്രയോഫൈറ്റ്സിലുണ്ട്. റീപ്രൊഡക്ഷൻ ഇൻ ബോത്ത് നീഡ്സ് വാട്ടർ ഫോർ സ്പേം മോട്ടിലിറ്റി. അപ്പോൾ വെള്ളത്തിലൂടെ തന്നെയാണ് രണ്ട് പ്ലാന്റ് ഗ്രൂപ്പ്സിലെയും സ്പേംസ് സ്വിം ചെയ്തു വരുന്നത്. മെയിൽ ഗാമേറ്റ് ആർ മൊട്ടൈൽ ഓർ ഫ്ലാജല്ലേറ്റ്. അപ്പോൾ മൾട്ടി ഫ്ലാജല്ലേറ്റഡ് ആയിട്ടുള്ള കണ്ടീഷനൊക്കെ ഉണ്ട്, രണ്ടിലും ഉണ്ട്. അപ്പോൾ നമുക്ക് ജനറലൈസ് ചെയ്ത് എന്ത് പറയാം? മൊട്ടൈലാണ്, ഫ്ലാജല്ലേറ്റഡ് ആയിട്ടുള്ള കണ്ടീഷനാണ് കാണുന്നത്. അത് മിക്ക ആൽഗയിലും അങ്ങനെയാണുള്ളത്. അപ്പോൾ അതുപോലെയുള്ള ഒരു ക്യാരക്ടർ തന്നെ ബ്രയോഫൈറ്റ്സും കാണിക്കുന്നത്. ഇനി ഊഗ്യാമസ് സെക്ഷുവൽ റീപ്രൊഡക്ഷൻ, വലിയ നോൺ മൊട്ടൈൽ ആയിട്ടുള്ള എഗ്ഗും സൈസിൽ വളരെ ചെറിയ മൊട്ടൈൽ ആയിട്ടുള്ള സ്പേമും കൂടി ഫെർട്ടിലൈസ് ചെയ്യുന്ന ടൈപ്പിനെ നമ്മൾ ഊഗ്യാമസ് എന്നാ പറയുക. അപ്പോൾ ആ ടൈപ്പാണ് ബേസിക് ആയിട്ട് കുറേ എണ്ണത്തിലൊക്കെ കാണുന്നത്. ഓക്കെ, അപ്പോൾ അതാണ് ഒരു നമുക്ക് എന്താ പറയാൻ പറ്റും, ഒരു കോമൺ ബേസിക് ടൈപ്പ് എന്ന് കൺസിഡർ ചെയ്യാൻ പറ്റും, ഊഗ്യാമസ് ടൈപ്പ്. ഇനി അടുത്തത് സൈഗോട്ടിന്റെ കാര്യം നോക്കുകയാണെങ്കിൽ, ഇൻ ബോത്ത് സൈഗോട്ട് റിമെയിൻസ് വിത്തിൻ ദ ഫീമെയിൽ സെക്സ് ഓർഗൻ. ഫീമെയിൽ സെക്സ് ഓർഗന്റെ ഉള്ളിലാണ് എന്ത് കാണപ്പെടുന്നത്? ഈ ഒരു സൈഗോട്ടിന്റെ സ്റ്റാർട്ടിംഗ് സ്റ്റേജൊക്കെ നടക്കുന്നത്. സൈഗോട്ടിന്റെ ഡിവിഷനൊക്കെ തുടങ്ങുന്നത് എവിടെയാണ്? ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചറിലാണ്. അപ്പോൾ ഈ ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചറിനെ ആൽഗയിൽ നമ്മൾ എന്താ പറയുക? ആൽഗയിൽ പറയുന്ന പേരാണ് ഊഗോണിയം. ഇവിടെ കാണുന്നുണ്ടോ? ഊഗോണിയം ഇൻ ആൽഗെ ആൻഡ് ആർക്കിഗോണിയം ഇൻ ബ്രയോഫൈറ്റ്. അപ്പോൾ ഫീമെയിൽ സെക്സ് ഓർഗൻ്റെ പേരാണ് ഊഗോണിയം എന്നാണ് ആൽഗയിലെ ഫീമെയിൽ സെക്സ് ഓർഗനെ വിളിക്കുക. അതേപോലെ ആർക്കിഗോണിയം എന്നാണ് ബ്രയോഫൈറ്റ്സിലെ എന്ത് പറയാം ഫീമെയിൽ സെക്സ് ഓർഗനെ വിളിക്കുന്നത് ഡ്യൂറിങ് ഏർലി ഡെവലപ്മെൻറ്റ്. അതായത് സൈഗോട്ടിൻ്റെ ഏർലി ഡെവലപ്മെൻറ്റിൻ്റെ കാര്യമൊക്കെ ഫീമെയിൽ സെക്സ് ഓർഗനിലാണ് നടക്കുക എന്നാണ് സൂചിപ്പിച്ചത്. ഇനി ലൈഫ് സൈക്കിൾ നോക്കുകയാണെങ്കിൽ ഹെപ്ലോയിഡ് ഗ്യാമറ്റോഫൈറ്റ് ആണ് ഡോമിനേറ്റ് ചെയ്യുന്നത് രണ്ടിൻ്റെ ലൈഫ് സൈക്കിളിലും. ഇനി സ്പോറോഫൈറ്റിക് ഫേസ് റിലേറ്റീവ്ലി വളരെ ഷോർട്ട് അല്ലെങ്കിൽ റെഡ്യൂസ്ഡ് ആയിട്ട് കാണപ്പെടുന്നു രണ്ട് പ്ലാന്റ് ഗ്രൂപ്പ്സിലും. ഇനി സെല്ലിൻ്റെ സ്ട്രക്ചറിലും ഒരുപാട് സിമിലാരിറ്റി ഉണ്ട്. അതെങ്ങനെയാ? പ്രസൻസ് ഓഫ് സെല്ലുലോസിക് ആയിട്ടുള്ള സെൽ വോൾ ഉണ്ട്. ക്ലോറോഫിൽ എ ആൻഡ് ബി ആണ് എബണ്ടൻ്റ് ആയിട്ട് കാണപ്പെടുന്നത്. ആൻഡ് സ്റ്റാർച്ച് ഈസ് ദ റിസർവ്ഡ് ഫുഡ്. അത് ഈ പറഞ്ഞതെല്ലാം സെല്ലിൻ്റെ ക്യാരക്ടേഴ്സിൽ കോമൺ ആയിട്ട് കാണപ്പെടുന്നു. ഇതിൻ്റെ രണ്ടിൻ്റെയും സെല്ലിൽ എന്തൊക്കെയാണ് പറഞ്ഞത്? സെല്ലുലോസിക് ആയിട്ടുള്ള സെൽ വോള്, ക്ലോറോഫിൽ എയും ബിയും ആണ് എബണ്ടൻ്റ് ആയിട്ട് കാണപ്പെടുന്നത്. അതേപോലെ സ്റ്റാർച്ച് ഇസ് ദ റിസർവ്ഡ് ഫുഡ്.
ഇനി പ്രസൻസ് ഓഫ് പൈറിനോയിഡ് ഇൻ ക്ലോറോപ്ലാസ്റ്റ്, ഇതും ഒരു സ്പെഷ്യൽ ക്യാരക്ടറാണ്. ഒരു ഒട്ടുമുക്കാൽ എല്ലാ ആൽഗയിലും നമ്മൾ പൈറിനോയിഡ് കാണപ്പെടുന്നുണ്ട്. ഈ ഒരു പൈറിനോയിഡ് നമ്മൾ ആന്തോസറോസിൽ കാണുന്നുണ്ട്. അപ്പോൾ അതൊരു കണക്റ്റിംഗ് ലിങ്ക് ആയിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റും. എല്ലാ ബ്രയോഫൈറ്റ്സിലും ഉണ്ടെന്ന് പറയാൻ പറ്റില്ല, ചിലതിലൊക്കെ ഉള്ളൂ. അതുകൊണ്ടാണ് ആന്തോസറോസിനെ എടുത്ത് പറഞ്ഞത്. ആന്തോസറോസിൽ പൈറിനോയിഡ്സ് കാണാൻ പറ്റും. അത് ആൽഗെ ആയിട്ടുള്ള ഒരു എവല്യൂഷണറി ലിങ്കിനെ ആയിട്ട് സൂചിപ്പിക്കാം, അല്ല ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റും. ഇനി അഫിനിറ്റീസ് ഓഫ് ബ്രയോഫൈറ്റ്സ് വിത്ത് ടെറിഡോഫൈറ്റ്. അപ്പോൾ ഈ ടെറിഡോഫൈറ്റിന്റെ പ്രത്യേകത എന്താ? ബ്രയോഫൈറ്റ് കഴിഞ്ഞിട്ട് വന്ന അഡ്വാൻസ്ഡ് പ്ലാന്റ് ഗ്രൂപ്പാണ് ടെറിഡോഫൈറ്റ്. ഇനി അതുമായിട്ടുള്ള സിമിലാരിറ്റീസ് എന്തൊക്കെയാണെന്ന് നോക്കാം. എംബ്രിയോഫൈറ്റ്സ് ആണ്. ബോത്ത് ആർ കോൾഡ് എംബ്രിയോഫൈറ്റ്സ്. എംബ്രിയോഫൈറ്റ്സ് എന്ന് പറയുമ്പോൾ എന്താ ഉദ്ദേശിക്കുന്നത്? സിൻസ് ദേ ഷോ മൾട്ടി സെല്ലുലാർ ജാക്കറ്റഡ് സെക്സ് ഓർഗൻസ് ആൻഡ് എംബ്രിയോ ഫോർമേഷൻ ഇൻസൈഡ് ദ ആർക്കിഗോണിയം. അപ്പോൾ എംബ്രിയോഫൈറ്റ്സ് എന്ന് വെച്ചാൽ മൾട്ടി സെല്ലുലാർ ആയിട്ടുള്ള എംബ്രിയോനെ സെക്സ് ഓർഗൻസിനുള്ളിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്ലാന്റ്സിനെയൊക്കെ നമ്മൾ കൺസിഡർ ചെയ്യുന്നത് എംബ്രിയോഫൈറ്റ്സ് എന്നാണ്. അപ്പോൾ ഇത് രണ്ടും ഏതൊക്കെ? ബ്രയോഫൈറ്റ്സും ടെറിഡോഫൈറ്റ്സും എങ്ങനെയുള്ള പ്ലാന്റ്സ് ആണ്? ഇതുപോലെ എംബ്രിയോ മൾട്ടി സെല്ലുലാർ ആയിട്ടുള്ള അഡ്വാൻസ്ഡ് ആയിട്ടുള്ള എംബ്രിയോനെ പ്രൊഡ്യൂസ് ചെയ്യാൻ കഴിവുള്ള പ്ലാന്റ്സ് ആണ്. ഇനി സെക്സ് ഓർഗൻസ് നോക്കുകയാണെങ്കിൽ ആന്ത്രിഡിയ ആൻഡ് ആർക്കിഗോണിയ മൾട്ടി സെല്ലുലാർ ആയിട്ട് കാണപ്പെടുന്നു. എന്നിട്ട് അതിൻ്റെ പുറത്തു കൂടി ഒരു സ്റ്റെറൈൽ ജാക്കറ്റും ഉണ്ടായിരിക്കും. അതായത് അഡ്വാൻസ്ഡ് ടൈപ്പാണ് കമ്പയർഡ് ടു ആൽഗെ. ആൽഗേനെ വെച്ച് കമ്പയർ ചെയ്യുന്ന സമയത്ത് ആൽഗേൻ്റെ ഊഗോണിയ ആർക്കിഗോണിയൊക്കെ ആയിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് നമുക്ക് അതിനേക്കാളും കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയിട്ട് ഈ ജാക്കറ്റിൻ്റെ പ്രൊട്ടക്ഷനൊക്കെ കാണാൻ പറ്റും. ആൽഗയിൽ നമുക്ക് അത്തരം സ്റ്റെറൈൽ ജാക്കറ്റിൻ്റെ ഒരു പ്രൊട്ടക്ഷൻ ഒന്നും കാണാൻ സാധിക്കില്ല. ഇനി ഗ്യാമസ് റീപ്രൊഡക്ഷൻ പക്ഷേ ആൽഗയിലും ഉണ്ട്, ബ്രയോയിലും ഉണ്ട്, ടെറിഡോയിലും ഉണ്ട്. അപ്പോൾ ഒരു കോമൺ ക്യാരക്ടറാണ്. ബോത്ത് ഷോ ഗ്യാമസ് റീപ്രൊഡക്ഷൻ. ഇനി ഫെർട്ടിലൈസേഷൻ റിക്വയർസ് വാട്ടർ മീഡിയം. ഈ ഫെർട്ടിലൈസേഷന് വാട്ടർ മീഡിയം കമ്പൽസറി ആയിട്ടുള്ള ഒരു രണ്ടാമത്തെ പ്ലാന്റ് ഗ്രൂപ്പാണ്. ഇത് രണ്ടാമത്തെ അല്ല, മൂന്നാമത്തെ പ്ലാന്റ് ഗ്രൂപ്പാണ് ആര്? ഈ ടെറിഡോഫൈറ്റ്. ടെറിഡോഫൈറ്റിന്റെ മെയിൽ ഗ്യാമേറ്റിന് സ്വിം ചെയ്ത് വരണമെങ്കിലും എന്ത് കമ്പൽസറി ആയിട്ട് വേണം? വാട്ടർ നിർബന്ധമായിട്ടും വേണം. ഇനി ആൾട്ടർനേഷൻ ഓഫ് ജനറേഷൻ നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ അവിടെയും സിമിലാരിറ്റീസ് ഉണ്ട്. ഇൻ ബോത്ത് ദർ ഇസ് എ ഹാപ്ലോഡിപ്ലോണ്ടിക് ലൈഫ് സൈക്കിൾ. ഹാപ്ലോയിഡ് ഫേസും ഡിപ്ലോയിഡ് ഫേസും കൂടി കമ്പൈൻ ചെയ്യുന്ന രീതിയിലുള്ള ലൈഫ് സൈക്കിളാണ്. സ്പോറോഫൈറ്റ് ഡെവലപ്പ് ഫ്രം സൈഗോട്ട് റീറ്റെയിൻഡ് ഇൻ ദ ഗ്യാമെറ്റോഫൈറ്റ്. സ്പോറോഫൈറ്റ് ഡെവലപ്പ് ചെയ്യുന്നത് എവിടെയാണ്? സൈഗോട്ടിൽ നിന്ന് ഡെവലപ്പ് ചെയ്യുന്നു, ഗ്യാമെറ്റോഫൈറ്റിൽ റീറ്റെയിൻ ചെയ്യപ്പെടുന്നു. സ്പോറോഫൈറ്റിന്റെ ഡിഫറൻസിയേഷൻ നോക്കാം. സ്പോറോഫൈറ്റിന്റെ ഡിഫറൻസിയേഷൻ നോക്കുകയാണെങ്കിൽ ബ്രയോഫൈറ്റിൽ എങ്ങനെയാണ്? ഫൂട്ടും സീറ്റയും ക്യാപ്സ്യൂളാണ് ബ്രയോഫൈറ്റിന്റെ സ്പോറോഫൈറ്റിലുള്ളത്. അതേസമയം ടെറിഡോഫൈറ്റിലാണെങ്കിലോ സ്പോറോഫൈറ്റ് വെൽ ഡെവലപ്ഡ് ആണ്. ഓക്കെ, ബ്രയോഫൈറ്റുമായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് വെൽ ഡെവലപ്ഡ് ആയിട്ടുള്ള സ്പോറോഫൈറ്റ് ആണ്. സ്പോറോഫൈറ്റിൽ പ്ലാന്റ് ബോഡിയാണ് അവിടെ ഇലാബറേറ്റ് ആയിട്ട് കാണപ്പെടുന്നത്. അതായത് ഡിഫറൻഷിയേറ്റ് ചെയ്തിട്ട് റൂട്ടും സ്റ്റെമ്മും ലീഫും ഒക്കെയുള്ള വലിയൊരു പ്ലാന്റ് ആയിട്ട് കാണപ്പെടുന്നത് നമ്മൾ സ്പോറോഫൈറ്റിനെയാണ്. ബ്രയോഫൈറ്റ് ഷോ പ്രിക്കേഴ്സർ കണ്ടീഷൻ ഓഫ് സ്പോറോഫൈറ്റ് സീൻ ഇൻ ടെറിഡോഫൈറ്റ്. അപ്പോൾ ടെറിഡോഫൈറ്റിലുള്ള ആ ഒരു സ്പോറോഫൈറ്റിക് ജനറേഷൻ്റെ ഒരു പ്രിക്കേഴ്സർ ഫോമാണ് നമ്മൾ ബ്രയോഫൈറ്റിൽ കാണുന്നത്. ബ്രയോഫൈറ്റിൽ ആ ഒരു ഫൂട്ടും സീറ്റയും ക്യാപ്സ്യൂളിലുള്ള സ്പോർട്സിനെ പ്രൊഡ്യൂസ് ചെയ്യാനുള്ള ചെറിയൊരു ഒരു ഓർഗനോ ഒരു അപ്പാരറ്റസോ പോലെയുള്ള ഒരു ഘടനയാണ് സ്പോറോഫൈറ്റിനുള്ളത്. അതേസമയം ഒരു ഇലയും തണ്ടും ഒക്കെ ഉള്ള വലിയൊരു ചെടിയാണ് എവിടെ? നമ്മുടെ ടെറിഡോഫൈറ്റിലെ സ്പോറോഫൈറ്റിനുള്ളത്. ഈ ഒരു ലീവ്സിൻ്റെ മേലെയാണ് സ്പോറോഫിലൊക്കെ ആയിട്ട് മാറിയിട്ട് അതിൻ്റെ താഴെയാണ് സ്പൊറാഞ്ചിയൊക്കെ ഡെവലപ്പ് ചെയ്ത് സ്പോർട്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ടെറിഡോഫൈറ്റിൽ. ഇനി സ്പോർ പ്രൊഡക്ഷൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ ബോത്ത് പ്രൊഡ്യൂസ് ഹാപ്ലോയിഡ് സ്പോർട്സ്. രണ്ടിലും ഹാപ്ലോയിഡ് സ്പോർട്സ് തന്നെയാണ് ഉണ്ടാകുന്നത്. അത് മിയോസിസിലൂടെ തന്നെയാണ് രണ്ടിലും പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഇൻ സ്പൊറാഞ്ചിയം. ഓക്കെ, ഈ സ്പൊറാഞ്ചിയത്തിൻ്റെ കാര്യത്തിൻ്റെ സ്ട്രക്ചറിലുള്ള വ്യത്യാസങ്ങളേ ഉള്ളൂ. ഇനി ക്യൂട്ടിക്കിൾ ആൻഡ് സ്റ്റൊമാറ്റ നോക്കുമ്പോൾ ഇൻ സം ബ്രയോഫൈറ്റ്സ് ലൈക്ക് ഏതൊക്കെയാ? ആന്തോസറോസോ ഫ്യൂനേറിയോ പോലെയൊക്കെയുള്ള ബ്രയോഫൈറ്റ്സിലാണെങ്കിൽ ഷോ ക്യൂട്ടിക്കിൾ ആൻഡ് സ്റ്റൊമാറ്റ ഓൺ ദ സ്പോറോഫൈറ്റ്. അതായത് ഈ ക്യാപ്സ്യൂളിൻ്റെ മുകളിലുള്ള കാര്യമാണ് പറയുന്നത്. ക്യാപ്സ്യൂള് അഡ്വാൻസ്ഡ് സ്പോറോഫൈറ്റ് ഒക്കെ ആകുമ്പോഴത്തേക്കാണ് മുകളിൽ എന്തിൻ്റെ പ്രസൻസ്? ക്യൂട്ടിക്കിളിൻ്റെ പ്രസൻസും സ്റ്റൊമാറ്റൻ്റെ പ്രസൻസും ഒക്കെ കാണുന്നത്. സ്റ്റൊമാറ്റ ഉള്ളത് നമ്മുടെ ആന്തോസറോസിൻ്റെ ഒരു ഹോൺ ലൈക്ക് സ്പോറോഫൈറ്റിൻ്റെ മേലെ ഉണ്ട്. അതേപോലെ ഫ്യൂനേറിയയിലും പൊളിട്രിക്കത്തിലും ഒക്കെ നമുക്ക് സ്റ്റൊമാറ്റയൊക്കെ കാണാൻ സാധിക്കും. അത് പാർഷ്യലി ഡിപ്പെൻഡൻ്റ് ആയി വരുന്നതിൻ്റെ ഒരു അടയാളമായിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റും. കാര്യം സ്റ്റൊമാറ്റ ഉണ്ടെങ്കിൽ ഗ്യാസസ് എക്സ്ചേഞ്ച് ചെയ്യാൻ പറ്റും. ടിഷ്യൂസിൽ ക്ലോറോപ്ലാസ്റ്റ് ഉണ്ടെങ്കിൽ ഫോട്ടോസിന്തസിസ് ചെയ്യാനും സാധിക്കും. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടി സഹായിക്കുന്ന സ്ട്രക്ചേഴ്സ് ആയിട്ട് നമുക്ക് സ്റ്റൊമാറ്റോനെ കൺസിഡർ ചെയ്യാൻ പറ്റും. അപ്പോൾ സ്റ്റൊമാറ്റയും ക്യൂട്ടിക്കിളും ഒക്കെ കാണാൻ സാധിക്കുന്നുണ്ട് ഏതിൽ? ഹയർ ബ്രയോഫൈറ്റ്സിൽ റിസംബ്ലിങ് ടെറിഡോഫൈറ്റ്സ്. ടെറിഡോഫൈറ്റ്സിൻ്റെ സ്പോറോഫൈറ്റിൽ എന്തായാലും സ്പോറോഫൈറ്റ് പ്ലാന്റ് ബോഡീൻ്റെ എപ്പിഡെർമിസിന് മേലെ എന്തായാലും എന്തുണ്ടായിരിക്കും? ക്യൂട്ടിക്കിളിൻ്റെ പ്രസൻസും സ്റ്റൊമാറ്റയും കാര്യങ്ങളൊക്കെ തീർച്ചയായിട്ടും കാണാൻ സാധിക്കും.
ഇനി ടിഷ്യൂ ഡെവലപ്മെന്റ്, അടുത്ത പോയിന്റ് ആണ് ടിഷ്യൂ ഡെവലപ്മെന്റ്. അപ്പോൾ അതിലെന്താ പറയാനുള്ളത്? സ്പോറോഫൈറ്റ് ഓഫ് അഡ്വാൻസ്ഡ് ബ്രയോഫൈറ്റ്സ്, അതായത് മോസസും ഹോൺവേർഡ്സും ഒക്കെയാണ് അഡ്വാൻസ്ഡ് ബ്രയോഫൈറ്റ്സ്. ഷോ പ്രിമിറ്റീവ് കണ്ടക്ടിങ് ടിഷ്യൂ, നമ്മൾ പറഞ്ഞില്ലേ ഹൈഡ്രോയിഡും ലെപ്റ്റോയിഡും ഒക്കെ കാണപ്പെടുന്നുണ്ട്. അത്തരം ടിഷ്യൂസിന്റെ ഡെവലപ്മെന്റ് നമുക്ക് കാണാൻ സാധിക്കും. ഇനി കമ്പയർ ടു സൈലം ആൻഡ് ഫ്ലോയം ഇൻ ടെറിഡോഫൈറ്റ്സ്, അപ്പൊ ഈ ഒരു ടിഷ്യൂസ് ഹൈഡ്രോയിഡും ലെപ്റ്റോയിഡും നമ്മുടെ ടെറിഡോഫൈറ്റിലെ ട്രൂ സൈലവും ട്രൂ ഫ്ലോയത്തിന്റെയും പ്രിമിറ്റീവ് ടിഷ്യൂസ് ആണ്. അപ്പൊ അതുമായിട്ടുള്ള ഒരു റിസംബ്ലൻസ് അവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. ഇനി അടുത്ത നമ്മളിനി നോക്കാൻ പോകുന്നത് വെജിറ്റേറ്റീവ് റീപ്രൊഡക്ഷൻ മെത്തേഡ്സ് ഓഫ് ബ്രയോഫൈറ്റ് ആണ്. അപ്പോൾ ഇത് നമ്മൾ നോക്കാനുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇനി നമ്മൾ ഓരോ ജീനസിനെയായിട്ട് പരിചയപ്പെടുന്ന സമയത്ത് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് പറഞ്ഞു പോകുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഫെമിലിയർ ആയിക്കോട്ടെ എന്ന് കരുതിയിട്ടാണ്. പിന്നെ ഈ വെജിറ്റേറ്റീവ് റീപ്രൊഡക്ഷൻ പ്രധാനമായിട്ടും കോമ്പറ്റേറ്റീവ് എക്സാംസിന് ഇപ്പോൾ റീസെൻ്റ് ആയിട്ടൊരു 2-3 വർഷത്തെ ക്വസ്റ്റ്യൻസ് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് വെജിറ്റേറ്റീവ് റീപ്രൊഡക്ഷൻ ഓഫ് ബ്രയോഫൈറ്റ്സ് ഇന്നോവേഷൻസ് എന്നൊക്കെയുള്ള സ്ട്രക്ചേഴ്സ് വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് കാണാൻ പറ്റും. ഒരുപാട് കോമ്പറ്റേറ്റീവ് എക്സാംസിൻ്റെ ക്വസ്റ്റ്യൻസ് നോക്കണം. CTET-ഉം കേട്ടറ്റല്ല CTET നോക്കിയാൽ ചിലപ്പോൾ കാണാൻ സാധിക്കും. അതേപോലെ CU അതർ യൂണിവേഴ്സിറ്റീസിലേക്ക് ഡിഗ്രിക്കുള്ള ഒരു അഡ്മിഷനുള്ളൊരു എക്സാം ഉണ്ടല്ലോ, അതിലും ക്വസ്റ്റ്യൻ കണ്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് വെജിറ്റേറ്റീവ് റീപ്രൊഡക്ഷൻ ഓഫ് ബ്രയോഫൈറ്റ്സ് എന്നുള്ളൊരു ടോപ്പിക് അഡീഷണൽ ആയിട്ട് ആഡ് ചെയ്തത്. അപ്പോൾ ഇതിൽ ഏതൊക്കെ മെത്തേഡ്സ് ആണുള്ളത്? ഫ്രാഗ്മെന്റേഷൻ ഉണ്ട്, ഫോർമേഷൻ ഓഫ് ട്യൂബേഴ്സ് ഉണ്ട്, ഫോർമേഷൻ ഓഫ് ജമ്മ ഉണ്ട്, ഫോർമേഷൻ ഓഫ് അഡ്വന്റീഷ്യസ് ബ്രാഞ്ചസ്, ഫോർമേഷൻ ഓഫ് ഇന്നോവേഷൻസ്, ഫോർമേഷൻ ഓഫ് പ്രൈമറി ആൻഡ് സെക്കൻഡറി പ്രോട്ടോണിമ, ഡെവലപ്മെന്റ് ഓഫ് ക്ലാഡിയ. ഡെവലപ്മെന്റ് ഓഫ് ക്ലാഡിയയിൽ നിന്ന് ക്വസ്റ്റ്യൻ ഉണ്ടായിട്ടുണ്ട്. അതേപോലെ ഇന്നോവേഷൻസ് നിന്നും ക്വസ്റ്റ്യൻസ് കണ്ടിട്ടുണ്ട് കേട്ടോ. പെർസിസ്റ്റന്റ് അപ്പിസസും ക്വസ്റ്റ്യൻസ് കണ്ടിട്ടുണ്ട്. അപ്പോൾ ഒരു പ്രധാനപ്പെട്ട ഏരിയ തന്നെയാണിത്. സാധാരണ നമ്മൾ ജീനസ് ടൈപ്സ് ഇങ്ങനെ പഠിച്ചു പോകുമ്പോഴേ അത്ര പ്രധാനമൊന്നുമില്ല എന്ന് വെച്ചിട്ട് അത് വേഗം കിട്ടുമല്ലോ എന്നൊക്കെ കരുതിയിട്ട് മറിച്ചിട്ടിട്ട് ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു ഏരിയയാണ്. അതുകൊണ്ടുകൂടിയാണ് ഇതിനെ സ്പെഷ്യൽ ടോപ്പിക്കായിട്ട് ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, എന്തോ അഡീഷണൽ ആയിട്ട് ആവശ്യമില്ലാത്തൊരു ഭാഗം ഡിസ്കസ് ചെയ്യാനൊന്നും കരുതല്ലേ. നമ്മുടെ എക്സാംസ് ഒക്കെ ഇപ്പോൾ അഡ്വാൻസ്ഡ് ക്വസ്റ്റ്യൻസ് ഒരുപാട് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ മറ്റ് ഏരിയയിൽ നടക്കുന്ന ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ റെഫർ ചെയ്തിട്ട് നമുക്ക് ക്വസ്റ്റ്യൻസ് ഇടാനുള്ള സാധ്യതയൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ ഒന്നും കൂടി ഒന്ന് വിജിലൻ്റ് ആയിട്ട് മറ്റു പരീക്ഷകളും കൂടി ഒന്ന് നോക്കിയിരിക്കുന്നത് നല്ലതാണ്. അപ്പോൾ അത് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നമ്മൾ റെഫർ ചെയ്തിട്ട് നിങ്ങൾക്ക് അതൊക്കെ എളുപ്പത്തിൽ കിട്ടിക്കോട്ടെ എന്ന് കരുതിയിട്ടാണ് ഇത്തരം പോയിന്റ്സ് ഒക്കെ ആഡ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. നോക്കിയേ, ഫ്രാഗ്മെന്റേഷൻ, ഫോർമേഷൻ ഓഫ് ട്യൂബേഴ്സ്, ഫോർമേഷൻ ഓഫ് ജമ്മ, ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു സ്ലൈഡിലുള്ളത്. ഫ്രാഗ്മെന്റേഷൻ എന്ന് പറയുമ്പോൾ എന്താ? സിമ്പിളായിട്ട് ആ ഒരു താലസിന്റെ ചെറിയ ചെറിയ പീസസ് മുറിഞ്ഞു പോകുന്നു. ഓരോ പീസിനും പുതിയൊരു പ്ലാന്റ് ആയിട്ട് വളരാൻ സാധിക്കുന്ന തരത്തിലുള്ള ഗ്രോത്തിനെയാണ് നമ്മൾ ഫ്രാഗ്മെന്റേഷൻ വഴിയുള്ള വെജിറ്റേറ്റീവ് റീപ്രൊഡക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ എന്താ പോയിന്റ് നോക്കാം. ദ താലസ് ബ്രേക്സ് ഇൻ ടു സ്മോൾ പീസസ് ഡ്യൂ ടു ഏജിങ്, ഡീകേ ഓർ മെക്കാനിക്കൽ ഇഞ്ചുറി. അപ്പോൾ ഈ ഒരു പീസായിട്ട് പോകുന്നത് പല റീസൺ കൊണ്ടാവാം. ഒന്നെങ്കിൽ ഏജിങ് കൊണ്ട് എങ്ങനെയായിരിക്കും പീസായിട്ട് പോവുക? ഓൾഡർ പോർഷൻസ് നശിച്ചു പോയിട്ടുണ്ടെങ്കിൽ എപ്പിസസ്, നല്ല മെരിസ്റ്റമാറ്റിക് ആയിട്ടുള്ള എപ്പിസസ് അവിടെ നിലനിൽക്കാനുള്ള സാധ്യതയുണ്ട്. ആ രീതിയിൽ മുറിയാനുള്ള സാധ്യതയുണ്ട്. പിന്നെ ഡീകേ സംഭവിച്ചിട്ട് അഴുകി പോകുന്നതിലൂടെ. പിന്നെ മൂന്നാമത്തത് മെക്കാനിക്കൽ ഇഞ്ചുറി, എന്തെങ്കിലും തരത്തിലുള്ള മറ്റ് ഓർഗാനിസംസ് ഇതിൻ്റെ മേലെ കൂടി നടന്നു പോകുന്ന സമയത്തോ ഏതെങ്കിലും തരത്തിലുള്ള മെക്കാനിക്കൽ ഇഞ്ചുറി കാരണം ചെറിയ പീസായിട്ട് മുറിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. ഈച്ച് ഫ്രാഗ്മെന്റ് ഗ്രോ ഇൻ ടു ന്യൂ ഇൻഡിപെൻഡന്റ് പ്ലാന്റ് അണ്ടർ സ്യൂട്ടബിൾ കണ്ടീഷൻസ് കോമൺ ഇൻ റിക്സിയ ആൻഡ് മർക്കാൻഷ്യ. അപ്പോൾ റിക്സിയൻ്റെയും മർക്കാൻഷ്യൻ്റെയും എക്സാമ്പിളാണ് അവിടെ കൊടുത്തത്. അപ്പോൾ തന്നെ നമുക്ക് എന്ത് മനസ്സിലാക്കാം? പ്രിമിറ്റീവ് ആയിട്ടുള്ള താലോയിഡ് പ്ലാന്റ്സിനെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഫ്രാഗ്മെന്റേഷൻ ഏറ്റവും കോമൺ ആയിട്ട് നടക്കുന്നത് താലോയിഡ് പ്ലാന്റ്സിലാണ് കോമൺ ആയിട്ടുള്ളത്. ഓക്കെ, ഇനി ഫോർമേഷൻ ഓഫ് ട്യൂബേഴ്സ്, ഇതൊരു റെയർ ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ പ്രധാനപ്പെട്ട ടെക്സ്റ്റ് ബുക്ക് എന്ന് പറയുമ്പോൾ കശ്യപിൻ്റെ ഒക്കെ ബ്രയോഫൈറ്റിൻ്റെ ടെക്സ്റ്റിൽ ഈ ട്യൂബേഴ്സിൻ്റെ കാര്യം മെൻഷൻ ചെയ്തതുകൊണ്ട് മാത്രമാണ് ഞാനിത് ഉൾപ്പെടുത്തിയത്. ഈ ഒരു ബ്രയോഫൈറ്റ്സ് സാധാരണ ട്യൂബേഴ്സ് വഴിയൊന്നും അത്രയും റീപ്രൊഡ്യൂസ് ചെയ്യാറില്ല. സർട്ടൻ ബ്രയോഫൈറ്റ്സ് പ്രൊഡ്യൂസ് സ്പെഷ്യലൈസ്ഡ് ട്യൂബർ ലൈക്ക് സ്ട്രക്ചേഴ്സ് ഫോർ പെരനേഷൻ. ഓക്കെ, ഈ ട്യൂബേഴ്സിന് സാധാരണ പറയുകയാണെങ്കിൽ ഹയർ പ്ലാന്റ്സ് ഒക്കെ റിസർവ്ഡ് ഫുഡ് മെറ്റീരിയൽസ് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള അണ്ടർഗ്രൗണ്ട് സ്റ്റെം മോഡിഫിക്കേഷൻ ആയിട്ട് കാണിക്കുന്ന ഒരു സ്ട്രക്ചറാണ് ട്യൂബേഴ്സ്. പക്ഷേ ഇവിടെ ബ്രയോഫൈറ്റ് എന്ന് പറയുമ്പോൾ സിംപ്ലസ്റ്റ് പ്ലാന്റ് ആണ്. ഇവിടെയും പക്ഷേ ട്യൂബേഴ്സ് എന്നുള്ള സ്ട്രക്ചർ പ്രൊഡ്യൂസ് ചെയ്യുകയാണെങ്കിൽ അത് ഫുഡിനെ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടും അതേപോലെ തന്നെ അൺഫേവറബിൾ കണ്ടീഷനെ സർവൈവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പെരനേറ്റിംഗ് ബോഡി ആയിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, On return of favorable season, they sprout into new gametophyte. അപ്പോൾ ആൻഡോസറോസും റിക്സിയും എക്സാമ്പിൾ ആയിട്ട് പറയുന്നുണ്ട് ഇത്തരത്തിലുള്ള ട്യൂബേഴ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നതിന്. ഓക്കെ, ക്ലിയർ ആയിട്ടുണ്ടാവുമല്ലോ. അതായത് അഡ്വാൻസ്ഡ് ആൻജിയോസ്പേംസിലൊക്കെ നമ്മൾ കൺസിഡർ ചെയ്യുന്ന ഈ അണ്ടർഗ്രൗണ്ട് സ്റ്റെം മോഡിഫിക്കേഷനിൽ പറയുന്ന ഒരു എക്സാമ്പിളാണ് ട്യൂബർ, അല്ലെങ്കിൽ ഒരു മോഡിഫിക്കേഷനാണ് ട്യൂബർ. അപ്പോൾ അതുപോലെ അതിലും നമ്മൾ എന്താ കണ്ടത്? സ്റ്റാർച്ചിൻ്റെ ഒക്കെ സ്റ്റോറേജ് ചെയ്യാനായിട്ടുള്ള മോഡിഫൈഡ് സ്ട്രക്ചറാണ്. അത്
ഒരു തരത്തിൽ അത് വെജിറ്റേറ്റീവ് റീപ്രൊഡക്ഷനും ഹെൽപ്പ് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞല്ലോ, അതുപോലെ ഏകദേശം സിമിലർ ആണ്, പക്ഷെ പ്രിമിറ്റീവ് ആയിട്ടുള്ള സ്ട്രക്ചേഴ്സ് ആണ് ബ്രയോഫൈറ്റ്സിലെ ട്യൂബേഴ്സ്. ക്ലിയർ ആയല്ലോ. ഇനി മൂന്നാമത്തെ നോക്കുകയാണെങ്കിൽ ഫോർമേഷൻ ഓഫ് ജമ്മേ. ജമ്മേ എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലേക്ക് ആരാ വരുന്നത്? മർക്കാൻഷ്യ. ഓക്കെ, അപ്പോൾ സ്മോൾ മൾട്ടി സെല്ലുലാർ ലെൻസ് ഷേപ്ഡ് ബോഡീസ് formed inside gemme cups. Example, Mercantia. Detached gemme are dispersed by water and develop into new thalli. Ensures rapid multiplication. ഓക്കെ, അപ്പോൾ എന്തൊക്കെയാണ് അവിടെ പറഞ്ഞത്? മൾട്ടി സെല്ലുലാർ ആണ്, ലെൻസ് ഷേപ്ഡ് ആയിട്ടുള്ള ഒരു സ്ട്രക്ചർ ആണ്, ഡിസ്പേഴ്സ്ഡ് ബൈ വാട്ടർ ആൻഡ് ഡെവലപ്പ് ഇൻ ടു ന്യൂ താലി. അപ്പോൾ വെള്ളത്തിലൂടെയാണ് ഇത് ഡിസ്പേഴ്സ് ചെയ്ത് പുതിയ പുതിയ സ്ഥലത്തേക്ക് എത്തുന്നത്. ചെറിയൊരു സ്പോർ പോലെ, വളരെ ചെറുതാണ്, മൈക്രോസ്കോപ്പിക് ആണ്. അപ്പോൾ ഇതിന് റാപ്പിഡ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യാൻ സാധിക്കും. എങ്ങനെയാണ് അത് റാപ്പിഡായിട്ട് മൾട്ടിപ്ലൈ ചെയ്യുക? ഒരു ജമ്മേ കപ്പിൽ നിന്ന് മൾട്ടിപ്പിൾ നമ്പർ ഓഫ് ജമ്മയെ പ്രൊഡ്യൂസ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഒരു മെച്ചുവർ ജമ്മേ കപ്പ് ആണെങ്കിൽ അതിൽ നിന്ന് ഒരുപാട് ജമ്മേസ് ഉണ്ടാവും. ഈ ജമ്മയ്ക്കൊക്കെ സെപ്പറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പുതിയ പുതിയ താലസിനെ പ്രൊഡ്യൂസ് ചെയ്യാൻ സാധിക്കും. അടുത്തത് ഫോർമേഷൻ ഓഫ് അഡ്വൻറ്റീഷ്യസ് ബ്രാഞ്ചസ്. അഡ്വൻറ്റീഷ്യസ് ബ്രാഞ്ചസ് എന്ന് വെച്ചാൽ ലാറ്ററൽ ബ്രാഞ്ചസിന്റെ പ്രൊഡക്ഷന്റെ കാര്യമാണ് പറയുന്നത്. അപ്പോൾ മെയിൻ പ്ലാന്റ് ബോഡിയിൽ നിന്ന് വരുന്ന ലാറ്ററൽ ബ്രാഞ്ചസ് ആണ് ഈ ഒരു അഡ്വൻറ്റീഷ്യസ് ബ്രാഞ്ചസ്. അപ്പോൾ ഇതിന് പാരന്റ് പ്ലാന്റിൽ നിന്ന് സെപ്പറേറ്റ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അതിന് ഗ്രോ ചെയ്ത് ഒരു പുതിയ പ്ലാന്റ് ആയിട്ട് വളരാൻ സാധിക്കും. ഫ്യുനേറിയ പോലത്തെ ലീഫി ബ്രയോഫൈറ്റ്സിന്റെ എന്താ പറയുക, ഗാമറ്റോഫൈറ്റിക് പ്ലാന്റ് ബോഡിയിൽ നിന്നാണ് ഇത്തരം ബ്രാഞ്ചസ് ഉണ്ടായിട്ട് പുതിയ പുതിയ പ്ലാന്റ് ആയിട്ട് വളരുന്നത് സാധാരണ. ഇനി അഞ്ചാമത്തത് ഫോർമേഷൻ ഓഫ് ഇന്നോവേഷൻസ്. ഞാൻ പറഞ്ഞല്ലോ ഇന്നോവേഷൻസ് ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറഞ്ഞിരുന്നു, പ്രത്യേകം ശ്രദ്ധിക്കുക. സ്പെഷ്യൽ അപ്രൈറ്റ് ബ്രാഞ്ചസ് ആണ്, മുകളിലേക്ക് ഇങ്ങനെ മുള പൊട്ടി പെട്ടെന്ന് ഉണ്ടായി വരുന്നത് പോലത്തെ ബ്രാഞ്ചസിനെയാണ് നമ്മൾ എന്ത് പറയുക? ഇന്നോവേഷൻസ് എന്ന് പറയുക. അതിനൊരു വിഗറസ് ഗ്രോത്ത് ആയിരിക്കും. ഇപ്പം നിങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ പെട്ടെന്ന് മഴയൊക്കെ പെയ്ത് കഴിയുമ്പോൾ റോസില്ലേ, റോസ് ചെടി, പനിനീർ ചെടി, അതിൻ്റെ ഒരു റെഡ് കളറിലുള്ള കുറേ ബ്രാഞ്ചസ് പെട്ടെന്ന് സ്പ്രൗട്ട് ചെയ്യുന്നത് കാണുന്നില്ലേ? അതുപോലെ പെട്ടെന്നുള്ളൊരു വളർച്ച പോലെ കുറേ ബ്രാഞ്ചസ് ഇങ്ങനെ പ്രൊഡ്യൂസ് ചെയ്യുന്ന പോലെ വരുന്നതിനെയാണ് നമ്മൾ ഇന്നോവേഷൻസ് എന്ന് പറയുക. ഇത് അപ്രൈറ്റ് ആയിട്ട് പെട്ടെന്ന് ഇങ്ങനെ മുകളിലേക്കുള്ള മുള പൊട്ടി വരുന്നത് പോലത്തെ ബ്രാഞ്ചസ് ആയിരിക്കും. വിഗറസ് ആയിട്ടുള്ള ഗ്രോത്ത് ആണ് അത് കാണിക്കുക. കണ്ടിന്യൂ ദ പ്ലാന്റ് ലൈഫ് ആഫ്റ്റർ ദ ഓൾഡർ പാർട്സ് ഡൈ. അപ്പോൾ ഇതിങ്ങോട്ട് വരുമ്പോഴത്തേക്ക് തന്നെ ഓൾഡർ പാർട്ടൊക്കെ ഡൈ ആയി പോകും. ഇത് ഒരുപാട് മൾട്ടിപ്പിൾ പ്ലാന്റ്സ് ആയിട്ട് അങ്ങനെ ഡെവലപ്പ് ചെയ്ത് വരികയും ചെയ്യും. ഹെൽപ്സ് ഇൻ ബോത്ത് സർവൈവൽ ആൻഡ് വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ. അപ്പോൾ ഒരു സർവൈവൽ മെക്കാനിസത്തിന്റെ ഭാഗമായിട്ട് വരുന്നതാണ്. അപ്പോൾ തീർച്ചയായിട്ടും അൺഫേവറബിൾ കണ്ടീഷനിലായിരിക്കും ഇത് കാണുക. പ്ലാന്റ്സിന് ആൻജിയോസ്പേംസിനെ സംബന്ധിച്ച് ഫേവറബിൾ കണ്ടീഷൻ പെട്ടെന്ന് വരുന്ന സമയത്താണ് അത് ഇത്തരത്തിലുള്ള ബ്രാഞ്ചസ് വരുന്നത്. അപ്പോൾ അത് ആ ഒരു പെട്ടെന്ന് വരുന്ന കുറേ മുളേൻ്റെ കാര്യം ഓർമ്മിപ്പിക്കാൻ വേണ്ടി ഒന്ന് കണക്ട് ചെയ്ത് പറഞ്ഞതേ ഉള്ളൂ. ഇവിടെ കണ്ടീഷൻ രണ്ടും ഓപ്പോസിറ്റ് ആണ്. ഓക്കെ, ഫൗണ്ട് ഇൻ ലിവർവേർഡ്സ് ലൈക്ക് സ്പാഗ്നം സ്പീഷീസ് ആൻഡ് റിക്സിയ ഫ്ലൂയിറ്റൻസ്. അപ്പോൾ സ്പാഗ്നത്തിന്റെ സ്പീഷീസുകളിൽ പലതിലും കാണുന്നുണ്ട്. അതേപോലെ റിക്സിയ ഫ്ലൂയിറ്റൻസ് എന്ന് വെച്ചാൽ അക്വാട്ടിക് ആയിട്ടുള്ള റിക്സിയയുടെ സ്പീഷീസ് ആണ്. അതിലുമാണ് ഇന്നോവേഷൻസ് ധാരാളമായിട്ട് കാണുന്നത്. ഇനി ഫോർമേഷൻ ഓഫ് പ്രൈമറി ആൻഡ് സെക്കൻഡറി പ്രോട്ടോണിമ. ഇത് ഹയർ മോസസിലാണ് കാണുന്നത്. ഇൻ മോസസ് സ്പോർസ് ജെർമിനേറ്റ് ടു ഫോം പ്രൈമറി പ്രോട്ടോണിമ. ഫിലമെന്റസ് ആയിട്ടുള്ള ഒരു ഗ്രീൻ സ്ട്രക്ചർ ആണ്. ആദ്യം തന്നെ ഈ ഒരു സ്പോറ് ജെർമിനേറ്റ് ചെയ്ത് പുറത്തേക്ക് വരിക. ഓക്കെ, സ്പോറ് ജെർമിനേറ്റ് ചെയ്ത് നേരെ അങ്ങോട്ട് സ്പോറോഫൈറ്റ് ഉണ്ടാകുന്നതിന് പകരം ഒരു എന്തുണ്ടാവും? സ്പോറോഫൈറ്റ് അല്ല, ഗാമറ്റോഫൈറ്റ് ആണ് ഉണ്ടാകാൻ പോകുന്നത്. സ്പോറോഫൈറ്റിക് പ്ലാന്റ് ബോഡിയിൽ നിന്നാണല്ലോ ഹാപ്ലോയിഡ് സ്പോർട്സ് ഉണ്ടാക്കുന്നത്. ഈ ഒരു സ്പോർട്സ് ജെർമിനേറ്റ് ചെയ്തതിന് ഗാമറ്റോഫൈറ്റിക് ലൈഫ് സൈക്കിളാണ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ ഗാമറ്റോഫൈറ്റിക് ആയിട്ടുള്ള ലീഫി ഗാമറ്റോഫൈറ്റിക് പ്ലാന്റ് ബോഡി വരുന്നതിന് മുമ്പായിട്ട് ഒരു ഫിലമെന്റസ് ആയിട്ടുള്ള നമ്മുടെ ഫംഗസിന്റെ ഒക്കെ ഫിലമെന്റ് ഇല്ലേ, അതുപോലത്തെ ഒരു ഫിലമെന്റസ് ആയിട്ടുള്ള സ്ട്രക്ചറാണ് സ്പോർട്സിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് വരുന്നത്. അതിനെയാണ് നമ്മൾ പ്രോട്ടോണിമ എന്ന് പറയുക. ഓക്കെ, ഇനി സെക്കൻഡറി പ്രോട്ടോണിമ എന്ന് പറയുമ്പോൾ ക്യാൻ ഡെവലപ്പ് ഫ്രം പാർട്സ് ഓഫ് എക്സിസ്റ്റിംഗ് മോസ് പ്ലാന്റ്സ്. അപ്പോൾ സ്പോർട്സിൻ്റെ അകത്ത് പുറത്തേക്ക് വരുന്നത് പ്രൈമറി പ്രോട്ടോണിമയും ഓൾറെഡി ഉള്ള പ്ലാന്റ് പാർട്ട്, വെജിറ്റേറ്റീവ് പ്ലാന്റ് പാർട്ടിൽ നിന്ന് മുളച്ചു വരുന്ന പ്രോട്ടോണിമേനെ സെക്കൻഡറി പ്രോട്ടോണിമ എന്ന് പറയുന്നു. അപ്പോൾ ഏതൊക്കെ പാർട്സിൽ നിന്നായിരിക്കും ഇതുപോലെയുള്ള സെക്കൻഡറി പ്രോട്ടോണിമ വരിക? റൈസോയിഡോ ലീഫോ പോലെയുള്ള ഏതെങ്കിലും ഒരു വെജിറ്റേറ്റീവ് പാർട്ടിൽ നിന്ന് പ്രൊഡ്യൂസ് ചെയ്യാൻ സാധിക്കും. ബോത്ത് ക്യാൻ റീജനറേറ്റ് ഇൻ ടു ന്യൂ ലീഫി ഗാമറ്റോഫൈറ്റ്. ഓരോന്നിനും പുതിയ ലീഫി ഗാമറ്റോഫൈറ്റിനെ പ്രൊഡ്യൂസ് ചെയ്യാൻ സാധിക്കും. ഇനി രണ്ടെണ്ണം കൂടി നമുക്ക് നോക്കാനുള്ളൂ. ഡെവലപ്മെന്റ് ഓഫ് ക്ലാഡിയ ആൻഡ് പെർസിസ്റ്റന്റ് അപ്പിസസ്. അപ്പോൾ ക്ലാഡിയ എന്ന് പറഞ്ഞാൽ എന്താണ്? ക്ലാഡിയ ആർ സ്മോൾ ഡിറ്റാച്ചബിൾ ബ്രാഞ്ചസ് ഓർ ബ്രൂഡ് ബോഡീസ്. ബ്രൂഡ് ബോഡീസ് എന്ന് പറഞ്ഞാൽ എന്താണ്? പെരനേറ്റിംഗ് ബോഡീസ് എന്നുള്ള മീനിങ് തന്നെയാണ്. ദേ ക്യാൻ ഗെറ്റ് സെപ്പറേറ്റഡ് ഫ്രം ദ മെയിൻ പ്ലാന്റ് ആൻഡ് ഗ്രോ ഇൻ ടു
ന്യൂ ഗാമറ്റോഫൈറ്റ്സ് പാരന്റ് പ്ലാന്റിൽ നിന്ന് സെപ്പറേറ്റ് ചെയ്യാനും പുതിയൊരു പ്ലാന്റ് ആയിട്ട് മാറാനും സാധിക്കുന്ന ഒരു തരത്തിലുള്ള ബ്രാഞ്ച് തന്നെയാണ്, അല്ലെങ്കിൽ ഒരു തരത്തിലുള്ള ബ്രാഞ്ച് അല്ല, ഒരു ബ്രൂഡ് ബോഡി എന്ന് പറയുമ്പോൾ ഒരു പെരനേറ്റിംഗ് ബോഡിയാണ് ക്ലാഡിയ. ഇത് കാണുന്നത് ബ്രയം എന്നുള്ള ഒരു ജീനസിലാണ്. അപ്പോൾ ഇതൊരു ടിപ്പിക്കൽ എക്സാമ്പിൾ ആയിട്ടൊന്ന് ഓർത്തിരിക്കണം. ക്ലാഡിയ കാണുന്നതിനൊരു ടിപ്പിക്കൽ എക്സാമ്പിളാണ് ബ്രയം. ഇനി പെർസിസ്റ്റന്റ് അപ്പിസസ് നോക്കുകയാണെങ്കിൽ ഇൻ സർട്ടൻ ബ്രയോഫൈറ്റ്സ് ദ അപ്പിക്കൽ പോർഷൻ ഓഫ് ദ താലസ് റിമെയിൻ അലൈവ് ഈവൻ ആഫ്റ്റർ ദ ഓൾഡർ പാർട്സ് ഡീക്കേ. ഓൾഡർ പാർട്സ് പല കാരണം കൊണ്ട് ഡീക്കേ ആയി പോകാനുള്ള സാധ്യതയുണ്ട്. ഏജിങ് വഴിയും സ്വാഭാവികമായിട്ട് ഡീക്കേ ആയി പോകും. ആ സമയത്ത് അതിൻ്റെ നല്ല ഗ്രോയിങ് ആയിട്ടുള്ള എപ്പിസസ് അവിടെ തന്നെ നിലനിൽക്കാനുള്ള സാധ്യതയുണ്ട്. അറിയാലോ നമുക്ക്, മെരിസ്റ്റമാറ്റിക് ആയിട്ടുള്ള എപ്പിസസ് സ്വാഭാവികമായിട്ട് നിലനിൽക്കും. ഇതിന് പുതിയ പ്ലാന്റ്സ് ആയിട്ട് വളരാനും സാധിക്കും. അപ്പോൾ ഇങ്ങനെ റോസറ്റ് പോലെ ഇങ്ങനെ വളരുന്ന സമയത്ത് ഇങ്ങനെ ഡൈക്കോട്ടമസ് ആയിട്ടുള്ള കുറേ താലസ് ആയിരിക്കും ഉണ്ടായിരിക്കുക. ഇതിൻ്റെ ഓൾഡർ പാർട്സ് സെൻട്രലായിരിക്കും ഉണ്ടാവുക. ഇത് മുഴുവൻ ഡീക്കേ ആയി പോയി കഴിഞ്ഞാൽ ഈ ഓരോ എപ്പിസസിനും പുതിയ പുതിയ താലസിനെ പ്രൊഡ്യൂസ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഇതിന് ഒരുപാടായിട്ട് അതിൻ്റെ ഗ്രോത്തിനെ ഒരുപാട് പ്രൊലിഫറേറ്റ് ചെയ്യാൻ സാധിക്കും. ദിസ് പെർസിസ്റ്റന്റ് അപ്പിസസ് കണ്ടിന്യൂസ് growth and give rise to new plants. Example Rixia and some mosses. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ആദ്യത്തെ ഒരു ക്ലാസ് ആയിട്ടുള്ള ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇനി നെക്സ്റ്റ് ക്ലാസ് മുതൽ നമുക്ക് ഓരോരോ ടൈപ്പ് ജീനസിനെ ആയിട്ട് ഡിസ്കസ് ചെയ്യണം. അപ്പോൾ സിലബസിൽ അങ്ങനെ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ടൈപ്പ് ജീനസിൻ്റെ പേരൊന്നും കാണില്ല. പക്ഷേ നമുക്കറിയാം ഡിഗ്രിക്കും പി ജിക്കും ഒക്കെ നമ്മൾ പഠിച്ചതാണ്. അപ്പോൾ അതിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ടത് റിക്സിയ, മർക്കാൻഷ്യ, ആൻഡോസറോസ്, ഫിനേറിയ ആൻഡ് പോളിട്രിക്കം, ഈ 5 ജീനസിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഡീറ്റെയിൽസ് ഒക്കെ നമുക്കൊന്ന് നോക്കണം. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.